എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളും ശരിയാകും. ഒന്നുകൊണ്ടും പേടിക്കണ്ട. എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടോളൂ. നല്ല അടിപൊളി ത്രില്ലർ കഥയാണ്. അതുകൊണ്ട് മുഴുവനായിട്ടും കാണുക. കഥയുടെ തുടക്കത്തിൽ തന്നെ വർഷം 2016 ഫെബ്രുവരി മാസം 18-ാം തീയതി കേരളത്തിലേക്ക് ഉഷ്ണക്കാലം ഇഴഞ്ഞു കയറുന്നു. ഉച്ചവെയിലത്ത് കോട്ടയം നഗരത്തിലെ ടാറിട്ട റോഡുകൾ വെന്തുരുകി. സ്കൂളുകളെല്ലാം പരീക്ഷാ ചൂടിലായിരുന്നു. ഫാനിൻ്റെ കാറ്റ് പോലും വിയർപ്പിനെ തണുപ്പിക്കാൻ പോരാത്ത അവസ്ഥ. കോട്ടയം ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 സയൻസ് ബാച്ചിലെ കുട്ടികളെല്ലാവരും ഫിസിക്സ് ലാബിലായിരുന്നു. അത് അന്നേ ദിവസത്തെ അവസാനത്തെ പിരീഡാണ്. സാറ് അറ്റൻഡൻസ് രേഖപ്പെടുത്തിപ്പോയി. ലാബിൻ്റെ പിന്നിലെ ബെഞ്ചിൽ 6 തലകൾ ചേർന്ന് എന്തൊക്കെയോ ചർച്ച ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഗൗരവ്, കാർത്തിക്, ഡാനി, വിവേക്, വേണി, ആതിര. ക്ലാസ്സിലെ അൺബീറ്റബിൾ 6 എന്ന് മറ്റുള്ളവർ വിളിക്കുന്നത്. പഠിക്കാൻ മിടുക്കർ, പക്ഷേ വെറും പുസ്തക പുഴുക്കളല്ല. യാത്രയെയും മറ്റ് സാഹസികതയെയും ഇഷ്ടപ്പെടുന്നവരായിരുന്നു അവർ. മാർച്ച് 31 കാർത്തിക് തൻ്റെ കയ്യിലുണ്ടായിരുന്ന കലണ്ടറിൽ ചുവന്ന വട്ടം വരച്ചു. ബയോളജി ലാസ്റ്റ് എക്സാം, പിന്നെ ഫ്രീഡം. അവൻ മറ്റ് 5 പേരോടായി പറഞ്ഞു. ഫ്രീഡം കൊണ്ട് എന്ത് ചെയ്യും? നമുക്ക് ഗോവയിലേക്ക് പോയാലോ? ഡാനി മറ്റ് 5 പേരോടായി ചോദിച്ചു. ബോറിങ്. വിവേക് വിസമ്മതത്തോടെ തലയാട്ടി. വിവേകായിരുന്നു അവരുടെ റിസർച്ച് അനലിസ്റ്റ്. എന്ത് ചെയ്താലും അതിൻ്റെ ജോഗ്രഫി, ഹിസ്റ്ററി, റിസ്ക് ഫാക്ടറെല്ലാം അവൻ നന്നായി പഠിക്കും. ഗോവയിലിപ്പോൾ ഫുൾ ഫാമിലി ക്രൗഡായിരിക്കും. നമുക്കിപ്പോൾ വേണ്ടത് സംതിങ് അൺയൂഷ്വൽ. വിവേക് ഇത് പറഞ്ഞു നിർത്തിയതും ആതിരയുടെ കണ്ണുകൾ തിളങ്ങി. കാട്, അവൾ അവരോടായി പറഞ്ഞു. കാടോ? വേണി പേടിച്ചിട്ട് ശബ്ദം താഴ്ത്തി. പാമ്പുണ്ടാകും, അവൾ അല്പം ഭയപ്പെട്ടുകൊണ്ട് പറഞ്ഞു. പാമ്പ് എവിടെയില്ലാത്തത്? അച്ഛനുണ്ടല്ലോ, പെർമിഷൻ ശരിയാക്കാം. ആതിര ചിരിച്ചു. അവളുടെ അച്ഛൻ രവീന്ദ്രൻ സാർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ റേഞ്ച് ഓഫീസറാണ്. കാടിൻ്റെ കഥകൾ കേട്ടാണ് അവൾ വളർന്നത്. അവൾക്ക് കാടിനെക്കുറിച്ച് കേൾക്കുമ്പോൾ പേടിയുണ്ടാകില്ല. പക്ഷേ ഏത് കാട്? തേക്കടി, പറമ്പിക്കുളം എല്ലാം ടൂറിസ്റ്റ് സ്പോട്ടായി, ഗൗരവ് പറഞ്ഞു. വിവേക് ബാഗിൽ നിന്നും ബ്രിട്ടീഷ് കാലത്തെ ഒരു പഴയ മാപ്പ് എടുത്തു. അത് വിവേകിൻ്റെ അപ്പൂപ്പൻ്റെ കൈവശമുണ്ടായിരുന്ന മാപ്പായിരുന്നു. അദ്ദേഹം ഒരു വില്ലേജ് ഓഫീസറായിരുന്നു. ഇത് നോക്ക്, കോട്ടയം ഇടുക്കി ബോർഡറിൽ വരുന്ന കരിമല. 1952 മുമ്പ് ഇവിടെ തോമസ് എഡ്വാർഡ് എന്ന ഒരു സായിപ്പിൻ്റെ തേയില എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ എന്തോ സംഭവിച്ചു, എസ്റ്റേറ്റ് പൂട്ടി. ഇപ്പോൾ അതൊരു റിസർവ് ഫോറസ്റ്റാണ്. ഡാനി ഉടനെ ഗൂഗിൾ ചെയ്തു. കരിമല തോമസ് എഡ്വാർഡ് 1952. നോ റിസൾട്ട് ഫൗണ്ട് എന്ന സ്ക്രീനിൽ തെളിഞ്ഞു വന്നു. നോ റിസൾട്ട്? വിവേകിൻ്റെ മുഖത്ത് സംശയമുണ്ടായി. 2016 ഗൂഗിളിൽ ഇല്ലാത്ത ഒരു സംഭവം. ഇൻട്രസ്റ്റിംഗ്. ഒന്നുകിൽ ആ സ്ഥലത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഗൂഗിളിൽ ചേർക്കാൻ വിട്ടുപോയതാകാം, അല്ലെങ്കിൽ ആരോ മനഃപൂർവ്വം മൂടിവെച്ചതാണ്, വിവേക് തൻ്റെ സുഹൃത്തുക്കളോടായി പറഞ്ഞു. സത്യത്തിൽ ഇങ്ങനെ കൂടുതൽ നിഗൂഢത ഒളിപ്പിച്ചു വയ്ക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥലമായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. ഡീൽ, ഗൗരവ് കൈനീട്ടി. പക്ഷെ ഇതിന് കണ്ടീഷൻ 3 എണ്ണമുണ്ട്. 1, എല്ലാവർക്കും ബോർഡ് എക്സാമിൽ 90% മുകളിൽ മാർക്ക് ലഭിച്ചിരിക്കണം. 2, അച്ഛനമ്മമാർ ഈ യാത്രയ്ക്ക് സമ്മതിക്കണം. 3, ആതിര അച്ഛൻ വഴി പെർമിഷനും സേഫ്റ്റിയും ശരിയാക്കണം. ഓക്കെ? ഗൗരവ് എല്ലാവരോടായി പറഞ്ഞു. അപ്പോഴേക്കും ബാക്കി 5 കൈകൾ വന്ന് ഗൗരവിൻ്റെ കയ്യിൽ ഒന്നിനു മുകളിൽ ഒന്നായി വെച്ചു. ഡീൽ, 6 പേരും ഒന്നിച്ചു പറഞ്ഞു. പിന്നീടുള്ള 41 ദിവസം കേരളം കണ്ടത് ഒരു യുദ്ധമാണ്, പുസ്തകങ്ങളോടുള്ള യുദ്ധം. എന്നിരുന്നാലും അവർ 6 പേരും കൃത്യമായി ടൈം ടേബിളിലുണ്ടായിരുന്നു. രാവിലെ 5 മണിക്ക് ഗൗരവിൻ്റെ വീട്ടിൽ കൃത്യമായ പഠനം. ഓപ്പറേഷൻ 90% എന്ന വാട്സപ്പ് ഗ്രൂപ്പ്. ഉച്ചയ്ക്ക് സ്കൂളിലെ പരീക്ഷ, വൈകുന്നേരം ലൈബ്രറി പഠനം, രാത്രി കോൺഫറൻസ് കോൾ. അങ്ങനെ പരീക്ഷയെല്ലാം അവസാനിച്ചു. 2016 മാർച്ച് 31 ബയോളജി പരീക്ഷ കഴിഞ്ഞിറങ്ങുമ്പോൾ 6 പേരുടെയും മുഖത്ത് ജയിച്ച യോദ്ധാക്കളുടെ ഭാവമായിരുന്നു. 90% മാർക്ക് ഉറപ്പാണ്, ഡാനി പറഞ്ഞു. ഇനി ഓപ്പറേഷൻ കരിമല. ബാക്കി 5 പേരും അവനോടൊപ്പം ചേർന്ന് ഒന്നിച്ചു പറഞ്ഞു. അങ്ങനെ 2 ദിവസം കടന്നുപോയി. ഏപ്രിൽ 3 ആതിരയുടെ വീട്ടിൽ 6 പേരുടെയും അച്ഛനമ്മമാർ അവിടെ മന്ത്രിസഭ കൂടി. മേശപ്പുറത്ത് കരിമലയുടെ പുതിയ മാപ്പ്. ആതിരയുടെ അച്ഛൻ രവീന്ദ്രൻ തുറന്നുവച്ചു. കരിമല ഇപ്പോൾ റിസർവ് ഫോറസ്റ്റാണ്. സാധാരണ ടൂറിസ്റ്റുകളെ വിടാറില്ല. പക്ഷേ നിങ്ങൾ എൻ്റെ മക്കളെപ്പോലെയാണ്. എൻ്റെ ഉത്തരവാദിത്തത്തിൽ ഞാൻ നിങ്ങളെ വിടാം. എൻ്റെ ജൂനിയർ ശശി അവിടെ ബീറ്റ് ഗാർഡാണ്. 10 വർഷത്തെ എക്സ്പീരിയൻസ് അവനുണ്ട്. അവൻ നിങ്ങളെ നോക്കിക്കോളും, രവീന്ദ്രൻ പറഞ്ഞു നിർത്തി.
അങ്കിൾ, 1952 എന്താണ് അവിടെ സംഭവിച്ചത്? വിവേക് ചോദിച്ചു. അവൻ്റെ നോട്ട്ബുക്കിൽ കേസ് ഫയൽ 72/52 എന്ന് എഴുതിയിട്ടുണ്ട്. രവീന്ദ്രൻ സാറിൻ്റെ മുഖമൊന്നു മാറി. പഴയ കേസാണ് മോനെ. അവിടെ തേയിലത്തോട്ടമായിരുന്നു ആ സമയത്ത്. അതിൻ്റെ ഉടമസ്ഥനായ തോമസ് സാഹിബ്, ഭാര്യ എലിസബത്ത്, മക്കൾ അന്ന, ഇവർ 3 പേരും ആ ബംഗ്ലാവിൽ വെടിയേറ്റ് മരിച്ചു. ആ സംഭവത്തിൽ കൂടുതൽ അന്വേഷണമൊന്നും നടത്താതെ പോലീസ് ആ ഫയൽ മർഡർ സൂയിസൈഡ് എന്ന് എഴുതി ക്ലോസ് ചെയ്തു. ഒരുക്കത്തിൽ പറഞ്ഞാൽ സായിപ്പ് ഭാര്യയെയും മക്കളെയും കൊന്നിട്ട് സ്വയം വെടിവെച്ച് എന്ന് വരുത്തി തീർത്തു. അപ്പോൾ അന്ന് പോസ്റ്റ്മോർട്ടം ഒന്നും നടത്തിയിരുന്നില്ലേ? ഗൗരവ് ചോദിച്ചു. അവൻ്റെ ഈ ചോദ്യം വെറുതെ ആയിരുന്നില്ല. അവൻ്റെ അച്ഛൻ പോലീസായിരുന്നു. ക്രൈം അന്വേഷണങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഗൗരവ് കേട്ടിട്ടുണ്ട്. അതാണ് പ്രശ്നം. രവീന്ദ്രൻ ശബ്ദം താഴ്ത്തി. ഫയലിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില്ല. അന്നത്തെ എസ് ഐ മാധവൻ സാറ് ഇതിനെപ്പറ്റി സംശയം ഉന്നയിച്ചിരുന്നു. തോമസിൻ്റെ ശരീരത്തിൽ 2 ബുള്ളറ്റായിരുന്നു തറച്ചു കയറിയത്. ഒന്ന് നെഞ്ചിൽ, ഒന്ന് പുറകിൽ. തോക്കുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് പുറകിൽ നിന്നും എങ്ങനെ വെടികൊള്ളും? അദ്ദേഹം ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെട്ടുവെങ്കിലും കേസ് ക്ലോസ് ചെയ്യാൻ മുകളിൽ നിന്നും ഓർഡർ വന്നു. എസ്റ്റേറ്റ് ഉടനെ ലേലം ചെയ്തു. അത് വാങ്ങിയതിപ്പോൾ വലിയൊരു രാഷ്ട്രീയക്കാരൻ്റെ ബിനാമിയാണെന്നൊരു സംസാരമുണ്ടായിരുന്നു. രവീന്ദ്രൻ സംസാരിച്ചു നിർത്തിയതും മുറിയിലാകെ നിശബ്ദത നിറഞ്ഞു നിന്നു. അങ്കിൾ, ഇതൊക്കെ ഞങ്ങളോട് പറയാൻ കാരണം? ആതിര പതിയെ ചോദിച്ചു. കാരണം നിങ്ങൾ പോകുന്നത് അവിടേക്കാണ്. രവീന്ദ്രൻ സാർ ഓരോരുത്തരെയും നോക്കി. ആ ബംഗ്ലാവ് ഇപ്പോഴും അവിടെയുണ്ട്. പക്ഷെ ഇപ്പോൾ അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സീൽ ഉപയോഗിച്ച് പൂട്ടിയിരിക്കുന്നു. അതിൻ്റെ പരിസരത്ത് നിങ്ങൾ പോകരുത്. അതാണ് എൻ്റെ കണ്ടീഷൻ. വെള്ളച്ചാട്ടം വരെ പോകാം, ടെൻ്റടിക്കാം, എല്ലാം ശരിയായി നോക്കിക്കോളും. പക്ഷേ ബംഗ്ലാവ്, അതൊരു ക്രൈം സീനാണ്. 64 വർഷമായി ഇപ്പോഴും. രവീന്ദ്രൻ ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു നിർത്തി. കൃഷ്ണൻകുട്ടി എഴുന്നേറ്റു. എൻ്റെ മകനും കൂട്ടുകാരനും പോകട്ടെ, പക്ഷെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ശശിയുടെ വാക്ക് അനുസരിക്കണം. എന്ത് സംശയം തോന്നിയാലും, എന്ത് അപകടം തോന്നിയാലും തിരിച്ചു പോരണം. ഒരു കൊലപാതകം തെളിയിക്കാൻ നിങ്ങൾക്ക് പ്രായമായിട്ടില്ല. ജീവനാണ് വലുത്. വിവേകിൻ്റെ അച്ഛൻ കൃഷ്ണൻകുട്ടി പറഞ്ഞു നിർത്തി. 6 പേരും എഴുന്നേറ്റ് നിന്നു. സമ്മതം. പക്ഷേ 6 ജോഡി കണ്ണുകളിൽ വേറെയൊരു തിളക്കമുണ്ടായിരുന്നു. 64 വർഷം പഴക്കമുള്ള ഒരു അൺസോൾവ് കേസ്. അത് വീണ്ടും അന്വേഷിക്കുമെന്ന നിശ്ചയം. ഒരു മിസ്സിംഗ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അതിനെപ്പറ്റി വീണ്ടും അന്വേഷിക്കണമെന്ന മനസ്സുറപ്പ്. ആ എസ്റ്റേറ്റ് വാങ്ങിയ രാഷ്ട്രീയക്കാരൻ്റെ ബിനാമിയെ പറ്റിയുള്ള അന്വേഷണം. ഇതെല്ലാം 6 പേരുടെയും മനസ്സിലുണ്ടായിരുന്നു. കരിമലയിലെ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് അന്ന് അവിടെ രൂപം കൊണ്ടത്. 2016 ഏപ്രിൽ 8 വെള്ളിയാഴ്ച ഉച്ചസമയം. ഗൗരവിൻ്റെ വീട്ടിലെ ടെറസ്. 6 പേരുടെയും ബാഗുകൾ അവിടെ റെഡിയായിരുന്നു. പക്ഷെ ഇത്തവണ ബാഗിൽ ടെൻറ്റും മാഗിയും മാത്രമല്ല ഉണ്ടായിരുന്നത്. അത്യാവശ്യം കുറച്ച് ഫുഡ് പാക്കറ്റുകളും കരുതിയിട്ടുണ്ടായിരുന്നു. കൂടാതെ മിനി സ്റ്റൗ, ആവശ്യത്തിന് വെള്ളം നിറച്ച ക്യാനുകൾ എല്ലാം അവർ തയ്യാറാക്കിയിരുന്നു. വിവേകിൻ്റെ ബാഗിൽ ഒരു ക്യാമറ, വോയിസ് റെക്കോർഡർ, ഗ്ലൗസ്, എവിഡൻസ് ബാഗുകൾ. ഡാനിയുടെ കയ്യിൽ പവർ ബാങ്ക്, സോളാർ ചാർജർ, പിന്നെ ഹാർഡ് ഡിസ്കും. ആതിരയുടെ കേസ് ഫയലിൽ 72/52 എന്ന ഹെഡിങ്. ഗൗരവിൻ്റെ ബാഗിൽ അച്ഛൻ തന്ന കത്തി. വേണിയുടെ കയ്യിൽ അവളുടെ മുത്തശ്ശിയുടെ കോമ്പസ്. കാർത്തികിൻ്റെ കയ്യിൽ ഫസ്റ്റ് എയ്ഡ്. എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞിരുന്നു. ഇത് വെറും ട്രിപ്പല്ല, ഗൗരവ് പറഞ്ഞു. അവൻ്റെ ശബ്ദം ഗൗരവത്തിലായിരുന്നു. ഇതൊരു ഇൻവെസ്റ്റിഗേഷനാണ്. എസ് ഐ മാധവൻ സാറിന് കഴിയാതെ പോയത് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. 64 വർഷം മുമ്പ് കരിമലയിൽ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താൻ. പക്ഷേ നമ്മൾ പിള്ളേരല്ലേ? വേണി പേടിയോടെ ചോദിച്ചു. പിള്ളേരാണ്. ഗൗരവ് അവളുടെ തോളിൽ തട്ടി. അതുകൊണ്ടാണ് ആരും സംശയിക്കാത്തത്. നമ്മൾ ടൂറിസ്റ്റുകളായി പോകും, ഡിറ്റക്റ്റീവുകളായി തിരിച്ചു വരും. അല്ലെങ്കിൽ അവൻ വാചകം പൂർത്തിയാക്കിയില്ല. അല്ലെങ്കിൽ എന്നതിനപ്പുറം എന്തെന്ന് ആർക്കും അറിയില്ലായിരുന്നു. 64 വർഷം ഒരു കേസ് മൂടിവെച്ചവർ അത് തുറക്കാൻ ശ്രമിക്കുന്നവരെ വെറുതെ വിടുമോ? അവർ സത്യാന്വേഷണത്തിലേക്കുള്ള തങ്ങളുടെ യാത്ര ആരംഭിച്ചു. അവർക്ക് പിന്നിൽ കോട്ടയം നഗരം ഉച്ചവെയിലുരുകി. 64 വർഷമായി കെട്ടിക്കിടക്കുന്ന ചോരയുടെ മണം, മറുപടി കിട്ടാത്ത ചോദ്യങ്ങൾ, ഒരു 10 വയസ്സുകാരിയുടെ ആത്മാവ്. ഇതെല്ലാം അവരെ കാത്തിരിക്കുന്നു. 2016 ഏപ്രിൽ 8 ഉച്ചയ്ക്ക് 2:10 കോട്ടയം KSRTC സ്റ്റാൻഡ്. ബസ് നമ്പർ KL 15A 8472. അച്ഛൻ്റെ മുന്നിലായി തന്നെ മുണ്ടക്കയം എന്ന് എഴുതിയ ബോർഡുണ്ടായിരുന്നു. 6 പേരും ഏറ്റവും പിന്നിലെ സീറ്റിലിരുന്നു. ജനാലയുടെ അരികിൽ 2 പെൺകുട്ടികളും ഇരുന്ന ശേഷം അവരുടെ അരികിൽ തന്നെ ആൺകുട്ടികളും ഇരുന്നു. ബാഗുകൾ മുകളിൽ റാക്കിൽ വെച്ചു. ഗൗരവിൻ്റെ മടിയിൽ കേസ് ഫയൽ 72/52 എന്നെഴുതിയ നോട്ട്ബുക്ക് അപ്പോഴും ഉണ്ടായിരുന്നു.
ആദ്യ പേജിൽ ചുവന്ന മഷിയിൽ എന്തൊക്കെയോ 6 പേരും ചേർന്ന് എഴുതിയിരുന്നു. ഗൗരവ് അത് വീണ്ടും ഒന്നുകൂടി വായിച്ചു നോക്കി. ഇതിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു: ഇരകൾ: 1 തോമസ് എഡ്വാർഡ് 45, 2 എലിസബത്ത് എഡ്വാർഡ് 38, 3 അന്ന എഡ്വാർഡ് 10. മരണതീയതി 1952 ജൂലൈ 14. ഔദ്യോഗികമായുള്ള മരണകാരണം മർഡർ സൂയിസൈഡ്. സംശയങ്ങൾ: 1 പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മിസ്സിംഗ് ആണ്. 2 തോമസിന്റെ ശരീരത്തിൽ 2 ബുള്ളറ്റ് തറച്ചിരുന്നു. 3 SI മാധവന്റെ അന്വേഷണം സംബന്ധിച്ചുള്ള അഭ്യർത്ഥന നിരസിച്ചു. 4 എസ്റ്റേറ്റ് വേഗത്തിൽ ലേലം ചെയ്തു. ഇത് നമ്മൾ ശരിക്കും ചെയ്യുകയാണോ? വേണി പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. ബസ് സ്റ്റാൻഡിലെ ബഹളത്തിൽ അവളുടെ ശബ്ദം മുങ്ങിപ്പോയിരുന്നു. നമ്മൾ ഇത്രയൊക്കെ തയ്യാറെടുത്തിട്ടും നിനക്ക് വിശ്വാസം വന്നില്ലേ? നമ്മൾ തീർച്ചയായും ലക്ഷ്യം കണ്ടിട്ടേ മടങ്ങൂ, വിവേക് ഉറച്ചു പറഞ്ഞു. SI മാധവൻ സാറിന് കഴിയാതെ പോയത് നമ്മൾ ചെയ്യും. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 90 വയസ്സ് കാണും. അദ്ദേഹത്തെ കാണണം, മൊഴിയെടുക്കണം. ആദ്യം ശശിചേട്ടനെ കാണണം, ഡാനി പറഞ്ഞു. അച്ഛൻ പറഞ്ഞ പോലെ അയാളാണ് നമ്മുടെ കോണ്ടാക്ട് ഇൻസൈഡ്. 10 വർഷം ആ കാട്ടിൽ എന്തൊക്കെയോ കണ്ടിരിക്കും. അവരുടെ സംസാരത്തിൻ്റെ ഇടയിൽ തന്നെ ബസ് നീങ്ങി. കോട്ടയം പട്ടണം പിന്നോട്ട് മറഞ്ഞു. പിന്നീടുള്ള കാഴ്ചകളിൽ റബ്ബർ തോട്ടങ്ങൾ, ചെറിയ അങ്ങാടികൾ, പള്ളികൾ, ക്ഷേത്രങ്ങൾ, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും കൊണ്ട് നിറഞ്ഞു. ഓരോ കിലോമീറ്റർ കഴിയുമ്പോഴും നാഗരികത കുറഞ്ഞു വന്നു. കാട് അവരുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വൈകുന്നേരം 5:45 മുണ്ടക്കയം. ബസ്സിറങ്ങി അവർ അടുത്ത് കണ്ട ഒരു ചായക്കടയിലെത്തി. ഓരോ ചായയും ചൂട് വടയും കഴിച്ചു. നല്ല തണുപ്പുള്ള അന്തരീക്ഷമായിരുന്നു അവിടെ. കരിമലയ്ക്ക് പോകാൻ വേറെ മാർഗങ്ങൾ ഒന്നുമില്ലാത്തതുകൊണ്ട് ചായക്കടക്കാരൻ പറഞ്ഞതനുസരിച്ച് അവർ ജീപ്പിന് വേണ്ടി കാത്തിരുന്നു. മക്കളെ, ഒരു 10 മിനിറ്റ് കൂടി കാത്തിരിക്കൂ. ആ ബേബിച്ചായൻ ജീപ്പുമായി ഇപ്പോൾ വരും, ചായക്കടക്കാരൻ വിളിച്ചു പറഞ്ഞു. അവർ അല്പനേരം ഓരോ കാര്യങ്ങൾ പറഞ്ഞിരുന്നതും ദൂരെ നിന്നും ഒരു ജീപ്പ് വരുന്നത് മൂടൽമഞ്ഞിൻ്റെ ഇടയിലൂടെ അവർ കണ്ടു. ബേബിച്ചായൻ്റെ ജീപ്പ്, ചായക്കടക്കാരൻ അവരോട് പറഞ്ഞു. ജീപ്പ് ചായക്കടയുടെ മുന്നിൽ വന്ന് നിന്നതും അതിൽ നിന്നും ഒരാൾ ഇറങ്ങി ചായക്കടയിലേക്ക് കയറി. അതാണ് ബേബിച്ചായനെന്ന് അവർക്ക് മനസ്സിലായി. പതിവ് രീതി പോലെ ആ ചായക്കടയിലെ ജോലിക്കാരൻ ഒരു ഗ്ലാസ് ചായയും 2 ഉഴുന്നുവടയും അയാൾക്ക് കൊണ്ടുകൊടുത്തു. അപ്പോൾ തന്നെ വളരെ രഹസ്യമായി ആ ചായക്കടക്കാരൻ എന്തോ ഒന്ന് അയാളോട് പറഞ്ഞു. ആ നിമിഷം തന്നെ ബേബിച്ചായൻ അവർ 6 പേരെയും ഒന്ന് നോക്കി. ശേഷം ചായ കുടിച്ചിറങ്ങിയപ്പോൾ അവരെ ജീപ്പിൻ്റെ ഉള്ളിലേക്ക് ക്ഷണിച്ചു. ജീപ്പിനടുത്തേക്ക് എത്തിയപ്പോഴായിരുന്നു അവർ ആ ജീപ്പിൻ്റെ നമ്പർ പ്ലേറ്റ് ശ്രദ്ധിച്ചത്. അതൊരു മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ജീപ്പായിരുന്നു. MH01 VB 1952. ജീപ്പിൻ്റെ നമ്പർ പോലും ആ വർഷം. ഇത് യാദൃശ്ചികമാണോ അതോ മറ്റെന്തെങ്കിലും സൂചനയാണോ എന്നവർ ചിന്തിച്ചു. എങ്ങോട്ടാ പിള്ളേരെ പോകേണ്ടത്? ബേബിച്ചായൻ ചോദിച്ചു. അവർ തങ്ങൾക്ക് പോകേണ്ട സ്ഥലം പറഞ്ഞപ്പോൾ ബേബിച്ചായൻ്റെ മുഖത്തൊരു ഞെട്ടൽ പ്രകടമായി. കരിമലയ്ക്കോ? ബേബിച്ചായൻ കൂളിംഗ് ഗ്ലാസ് മാറ്റി അവരെ നോക്കി. വേറെ ആരുമില്ലേ നിങ്ങളുടെ കൂടെ? ഇല്ല ചേട്ടാ, ഞങ്ങൾ 6 പേര് മാത്രമേ ഉള്ളൂ. എന്തു പറ്റി ചേട്ടാ? ഗൗരവ് ചോദിച്ചു. ഒന്നുമില്ലാന്നേ. ബേബിച്ചായൻ ഡാനി കൊടുത്ത് 500 രൂപ വാങ്ങി. ശേഷം ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. റോഡ് മുഴുവനും കുണ്ടും കുഴിയും നിറഞ്ഞ ഒരു കാട്ടുവഴിയായിരുന്നു അത്. അല്പസമയത്തിനകം 6 അംഗ സംഘം ബേബിച്ചായനോട് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിച്ചു. ബേബിച്ചായൻ അറിയുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ചേട്ടൻ പറഞ്ഞല്ലോ, മുകളിൽ നിന്നും ആർക്കോ എന്തൊക്കെയോ സമ്മർദ്ദമുണ്ടെന്ന്. ആ മുകളിലുള്ളവർ ആരാണ്? ബേബിച്ചായൻ സ്റ്റിയറിങ്ങിൽ മുറുകെ പിടിച്ചു. മോനെ, ചില കാര്യങ്ങൾ ചികയാതിരിക്കുന്നതാണ് നല്ലത്. എൻ്റെ അപ്പൂപ്പൻ പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പൂപ്പന് പറഞ്ഞു കൊടുത്തത് അദ്ദേഹത്തിൻ്റെ മുതലാളിയായിരുന്നു. ആ മുതലാളി എന്ന് ആ എസ്റ്റേറ്റിലെ പണിക്കാരനായിരുന്നു. സായിപ്പ് മരിച്ച അന്ന് രാത്രി ബേബിച്ചായൻ തൻ്റെ വാക്കുകൾ മുഴുവിപ്പിച്ചില്ല. അന്ന് രാത്രി? ആതിര ആകാംക്ഷയോടെ ചോദിച്ചു. അന്ന് രാത്രി 3 മണിയോടടുപ്പിച്ച് ആ ബംഗ്ലാവിലേക്കൊരു ജീപ്പ് വന്നിരുന്നു. കോട്ടയത്ത് നിന്നാണെന്നാണ് അറിവ്. ആ ജീപ്പിൻ്റെ നമ്പർ പ്ലേറ്റ് മൂടിയ നിലയിലായിരുന്നു. ഉറപ്പായിരുന്നു അതൊരു പോലീസ് ജീപ്പായിരുന്നില്ല. ജീപ്പിലുണ്ടായിരുന്നവർ സായിപ്പിൻ്റെ ബംഗ്ലാവിൽ കയറി. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞതും അവർ പോയി. പിറ്റേന്ന് രാവിലെയാണ് നാട്ടുകാർ ഡെഡ് ബോഡി കണ്ടെത്തുന്നത്. പക്ഷേ പോലീസ് വന്നപ്പോൾ ആ ജീപ്പിൻ്റെ കാര്യം ആരും പറഞ്ഞില്ല. പറയാൻ ധൈര്യമില്ലായിരുന്നു എന്നതാണ് സത്യം. എന്തുകൊണ്ട്? ഗൗരവ് ചോദിച്ചു. കാരണം ആ ജീപ്പ് വന്നത് അന്നത്തെ MLAയുടെ ഗസ്റ്റ് ഹൗസിൽ നിന്നാണ് എന്നൊരു സംസാരമുണ്ടായിരുന്നു. തോമസ് സാഹിബിന് എസ്റ്റേറ്റ് വിൽക്കാൻ താല്പര്യമില്ലായിരുന്നത്രേ. ബ്രിട്ടീഷുകാർ ഇവിടെ നിന്നും പോയി, പക്ഷേ സാഹിബ് മാത്രം പോയില്ല. ഇതെൻ്റെ മക്കളുടെ ജന്മനാടാണെന്ന് അദ്ദേഹം പറഞ്ഞു. എസ്റ്റേറ്റ് വിറ്റാൽ തൻ്റെ മക്കൾക്ക് എന്ത് കിട്ടും? സാഹിബിന് നാടിനോടുള്ള സ്നേഹമായിരുന്നു വലുത്. പക്ഷെ ചിലർക്ക് ആ എസ്റ്റേറ്റ് വേണമായിരുന്നു. ഏക്കറിന് ലക്ഷങ്ങളായിരുന്നു വാഗ്ദാനം. സംസാരിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്നായിരുന്നു ജീപ്പ് ഒരു വലിയ കുഴിയിൽ ചാടിയത്.
എല്ലാവരും ഇരുന്നിടത്ത് നിന്നും ഒന്ന് തെന്നി നീങ്ങി. ബേബിച്ചായൻ സംസാരം നിർത്തി. പിന്നെ വിവേക് വിടാൻ ഭാവമില്ല. പിന്നെ ഒന്നുമില്ല മോനെ, ഞാനിപ്പോൾ അതിൻ്റെ പിന്നിലുള്ള കഥ പറഞ്ഞതേ ഉള്ളൂ. സത്യമാണോ നുണയാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ശശിയെ കണ്ടാൽ മതി, അവനെല്ലാം നോക്കിക്കോളും. 6:20 PM കരിമല ഗ്രാമം. ജീപ്പ് വന്ന് ഫോറസ്റ്റ് ഓഫീസിൻ്റെ മുന്നിൽ നിന്നു. ശശി അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ രവീന്ദ്രൻ പറഞ്ഞ പോലെ ചുറുചുറുക്കില്ല. മുഖം വാടിയിരിക്കുന്നു. കണ്ണിന് താഴെ കറുപ്പ് വീണിരിക്കുന്നു. അയാളെ കണ്ടാൽ 2 രാത്രി ഉറങ്ങിയിട്ടില്ലെന്ന് തോന്നും. വന്നോ? അവൻ്റെ ശബ്ദം വളരെ ക്ഷീണിച്ചിരുന്നു. വാ, നമുക്കിപ്പോൾ തന്നെ കടയിലേക്ക് പോകാം. അവർ നടന്ന് അവിടെ അടുത്തുള്ള കേശവൻ ചേട്ടൻ്റെ ചായക്കടയിലെത്തി. കണ്ണാടിക്കൂട്ടിൽ പരിപ്പുവടയും മറ്റ് ചായക്കടികളും അവരെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അവർ ചായയും പരിപ്പുവടയും കഴിച്ചു. അല്പസമയത്തിനകം തന്നെ അവർ പോലും അറിയാതെ അവിടുത്തെ അന്തരീക്ഷം മാറിയിരുന്നു. മുതലാളി കേശവൻ ചേട്ടൻ മറ്റെന്തോ ആവശ്യത്തിന് പുറത്തു പോയിരിക്കുകയായിരുന്നു. അയാൾ വന്നു കയറിയതും ശശിയെയും പിള്ളേരെയും കണ്ടു. അയാൾ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. പല്ലില്ലാത്ത മോണ കാട്ടിയുള്ള പുഞ്ചിരി. ഇത് രവീന്ദ്രൻ സാറിൻ്റെ മോളും കൂട്ടരുമല്ലേ? അയാൾ ശശിയെ നോക്കി. നീ സമ്മതിച്ചോ ശശിയെ അങ്ങോട്ട് പോകാൻ? ഞാൻ എന്ത് ചെയ്യാനാ കേശവേട്ട? ശശിയുടെ ശബ്ദത്തിൽ നിസ്സഹായത നിറഞ്ഞു നിന്നു. റേഞ്ച് ഓഫീസറുടെ ഓർഡർ അനുസരിച്ചല്ലേ പറ്റൂ. പിന്നെ ഇവർ ചെറിയ പിള്ളേരല്ലേ? വെള്ളച്ചാട്ടം വരെ, അത്ര തന്നെ. ചെറിയ പിള്ളേരോ? കേശവൻ ചേട്ടൻ പിന്നെയും പല്ലില്ലാത്ത ഒരു ചിരി പാസാക്കി. ചെറിയ പിള്ളേർക്ക് കേസ് അന്വേഷിക്കാൻ അറിയുമോ? 6 പേരും ഞെട്ടി, കൂടെ ശശിയും. എന്താ കേശവേട്ട പറയുന്നത്? ഗൗരവ് ഒരു ഞെട്ടലോട് ചോദിച്ചു. നിങ്ങളുടെ ബാഗ് കണ്ടാൽ അറിയാം മക്കളെ. കേശവൻ ചേട്ടൻ വിവേകിൻ്റെ ബാഗിലേക്ക് നോക്കി. സിബിൻ്റെ ഇടയിലൂടെ ക്യാമറ ലെൻസ് കാണാം. ടൂറിസ്റ്റുകൾ കുറേ കൊണ്ടുവരും, അത് സ്വാഭാവികമാണ്. പക്ഷേ കേസ് അന്വേഷിക്കുന്നവരാണ് ഗ്ലൗസും എവിഡൻസ് ബാഗുമെല്ലാം കൊണ്ടുവരുന്നത്. നേരത്തെ ബാഗിൽ നിന്നും എന്തോ തിരയുമ്പോൾ ബാഗിലിരിക്കുന്ന സാധനങ്ങൾ കേശവേട്ടൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ശശി മേശപ്പുറത്ത് കൈയിടിച്ചു. കേശവേട്ട, വേണ്ടാതീനം പറയരുത്. ഇവർ കുട്ടികളാണ്. പരീക്ഷ കഴിഞ്ഞ് ആഘോഷിക്കാൻ വന്നതാണ്. ആണോ? കേശവൻ ചേട്ടൻ വേണിയെ നോക്കി. മോളെ, നിന്റെ കയ്യിൽ ആ കോമ്പസ് എന്തിനാ? വഴി അറിയാനല്ലേ? വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ വഴി തെറ്റുമോ? അതോ ബംഗ്ലാവിൻ്റെ വഴി കണ്ടെത്താനാണോ? വേണി പേടിച്ച് ഗൗരവിൻ്റെ പിന്നിൽ മറഞ്ഞു. ശശി എഴുന്നേറ്റു. മതി, ഞങ്ങൾ പോവുകയാണ്. കേശവേട്ട, ഇതാ ചായയുടെ കാശ്. അയാൾ 50 രൂപ ടേബിളിൽ വെച്ചു. മക്കളെ വാ. പുറത്തിറങ്ങിയപ്പോൾ ശശി തിരിഞ്ഞ് കേശവൻ ചേട്ടനെ നോക്കി. വായടച്ചു വച്ചോണം, ഇല്ലെങ്കിൽ എന്താ ശശിയെ? കേശവൻ ചേട്ടൻ മുന്നോട്ട് വന്നു. എന്നെയും 1952 പോലെ മൂടുമോ? നീയൊക്കെ എന്ത് വിചാരിച്ചാ? ഈ കാട് കേശവൻ്റെ തന്തയുടെ കാലം മുതലേ ഉള്ളതാണ്. ഇവിടെ എന്ത് നടക്കുന്നുവെന്ന് എനിക്കറിയാം. സാഹിബിനെ കൊന്നത് ആരാണെന്നും ഇപ്പോൾ ആരെ കൊല്ലാൻ പോകുന്നുവെന്നും. ശശിയുടെ മുഖം വിളറി. അയാളൊന്നും മിണ്ടാതെ നടന്നു. 6 പേരും അയാളുടെ പിന്നാലെ നടന്നു. സമയം 7 PM. കാട്ടുവഴിയിലൂടെ അവർ നടക്കുകയാണ്. ചേട്ടാ, ഗൗരവ് ശശിയുടെ ഒപ്പമെത്തി. കേശവൻ ചേട്ടൻ എന്താ പറഞ്ഞത്? ആരെ കൊല്ലാൻ പോകുന്നുവെന്ന്? അത് വെറുതെ. ശശി തലയാട്ടി. കേശവൻ ചേട്ടന് പ്രായമായില്ലേ? നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട. ചേട്ടൻ്റെ മുഖം വിളറിയിരിക്കുന്നുണ്ടല്ലോ, എന്തു പറ്റി പെട്ടെന്ന്? വിവേക് നിരീക്ഷിച്ചു. ചേട്ടന് ഉറക്കമില്ലേ? ഞങ്ങൾ വന്നപ്പോൾ ശ്രദ്ധിച്ചതാണ്. നല്ല ക്ഷീണമുണ്ട് മുഖത്ത്. എന്താ കാര്യം? ശശി നിന്നു. ടോർച്ച് ഓഫ് ചെയ്തു. ഇരുട്ട്. മക്കളെ, നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളിവിടെ നിന്ന് തിരിച്ചു പോകണം, ഇപ്പോൾ തന്നെ. എന്തുകൊണ്ട്? ആതിര ചോദിച്ചു. കാരണം. ശശി പറയാൻ വന്നത് വിഴുങ്ങി. കാരണം ഇവിടെ സേഫല്ല. ഇന്നലെ രാത്രി ബംഗ്ലാവിൽ വെളിച്ചം കണ്ടിരുന്നു. എന്താണെന്നറിയാൻ ഞാൻ പോയി നോക്കി. എന്നിട്ട് എന്ത് കണ്ടു? കാർത്തിക ചോദിച്ചു. ഒന്നുമില്ല, പക്ഷേ. ശശി വീണ്ടും ചുറ്റും നോക്കി. പക്ഷേ താഴത്തെ നിലയിൽ ഹാളിലെ ചുമരിൽ പുതിയ ചോരപ്പാട്. ഇന്നലെ ആരെയോ അവിടെ വെച്ച്. ആരെ? വിവേക് ശശിയുടെ തോളിൽ പിടിച്ചു. അറിയില്ല. ശശി കൈ കുടഞ്ഞു. പക്ഷേ രാവിലെ ഓഫീസിൽ ചെന്നപ്പോൾ എൻ്റെ മേശപ്പുറത്തൊരു കവർ. അതിലൊരു ഫോട്ടോയുണ്ടായിരുന്നു. എൻ്റെ ഫോട്ടോ. ഞാൻ രാത്രി ടോർച്ചടിച്ച് നിൽക്കുന്ന ഫോട്ടോ. അതാരോ പിന്നിൽ നിന്നും എടുത്തതാണ്. ഫോട്ടോയുടെ പിന്നിൽ കാണാതിരുന്നാൽ നല്ലതെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അവിടെ നിശബ്ദത തളം കെട്ടി നിന്നു. നിങ്ങൾ വരാൻ പോകുന്നത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. 2-3 ദിവസമായി എനിക്ക് തീരെ ഉറക്കമില്ല. നിങ്ങൾ കേസ് ചെയ്യാൻ വന്നതാണെന്ന് ആർക്കും അറിയാം. അവർക്കിത് ഇഷ്ടമല്ല. നിങ്ങൾ പോയില്ലെങ്കിൽ. ശശി ഒന്ന് നിർത്തി. എങ്കിലെന്താ? വേണി ചോദിച്ചു. ശശി മറുപടി പറഞ്ഞില്ല. പകരം പോക്കറ്റിൽ നിന്നും വോക്കി ടോക്കി എടുത്ത് ഗൗരവിനെ നീട്ടി. ഇത് വെച്ചോ, ഞാൻ സ്റ്റേഷനിലുണ്ടാകും. പക്ഷേ ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല. എന്നെ കാത്തിരിക്കരുത്. എന്തെങ്കിലും പറ്റിയാൽ എനിക്കൊന്നും അറിയില്ല.
നിങ്ങളോടൊന്നും തന്നെ പറയാൻ സാധിക്കുന്നില്ല. അഥവാ എന്തെങ്കിലും അപകടമുണ്ടായാൽ എമർജൻസി നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം. ഞാൻ നിസ്സഹായനാണ്. അയാൾ ഇരുട്ടിലേക്ക് തിരിഞ്ഞു നടന്നു. ചേട്ടാ, ഞങ്ങൾ ടെൻറ്റ് കെട്ടാൻ എന്തു ചെയ്യും? കാർത്തിക് വിളിച്ചു ചോദിച്ചു. ഒരു കുറച്ച് മുന്നിലേക്ക് നടന്നാൽ സ്ഥലം കാണാം. ഞാൻ കല്ല് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ശശിയുടെ ശബ്ദം ദൂരെ നിന്നും കേട്ടു. പക്ഷേ അവിടെ നിൽക്കരുത്, വേഗം തിരിച്ചു പോകും. അയാളുടെ ശബ്ദം ഇരുട്ടിൽ അലിഞ്ഞില്ലാതെയായി. പിന്നെ ആകെ മൂകമായ അന്തരീക്ഷമായിരുന്നു. കാട് ശശിയെ വിഴുങ്ങി. ചുറ്റും കാടിൻ്റെ നിശബ്ദത അല്ലാതെ ഒന്നും അവർക്ക് കേൾക്കുന്നുണ്ടായിരുന്നില്ല. തങ്ങളുടെ ഹൃദയത്തിൻ്റെ താളം പോലും. 6 പേരും അനങ്ങാതെ നിന്നു. അവരുടെ കയ്യിൽ ശശി കൊടുത്ത വോക്കി ടോക്കി ഉണ്ടായിരുന്നു. പിന്നെ ചുറ്റും ഇരുട്ട് മാത്രം. പ്ലാൻ ചേഞ്ച്. ഗൗരവിൻ്റെ ശബ്ദമുയർന്നു. ഓപ്പറേഷൻ കരിമല ക്യാൻസൽ. ഓപ്പറേഷൻ സർവൈവൽ സ്റ്റാർട്ട്. നമ്മൾ തിരിച്ചു പോകുന്നു, ഇപ്പോൾ തന്നെ. തങ്ങൾ കുടുങ്ങിയോ എന്ന സംശയം അവരിൽ ഉദിച്ചു. അതെ, കരിമല അവരെ പൂട്ടിയിരിക്കുന്നു. ഒരു ഏടാകൂടത്തിലേക്കായിരുന്നു അവർ വന്നു വീണത്. അവർക്കു മുന്നിൽ വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴി മാത്രമായിരുന്നു തുറന്നു കിടന്നിരുന്നത്. ശശി കല്ല് വെച്ച് മാർക്ക് ചെയ്ത വഴി. 6 പേരും കൂടി ഒന്ന് ആലോചിച്ചു. അങ്ങോട്ട് പോയിട്ട് രാവിലെ നമുക്ക് രക്ഷപ്പെടാം, വേറെ വഴിയില്ല, ഡാനി പറഞ്ഞു. ഡാനി ധൈര്യം സംഭരിച്ചായിരുന്നു പറഞ്ഞതെങ്കിലും 6 പേരുടെ ഉള്ളിലും ഭീതിയുടെ കനൽ എരിയുന്നുണ്ടായിരുന്നു. അവർ ടോർച്ച് തെളിയിച്ച് നടന്നു. ഏകദേശം 30 മിനിറ്റ് നടന്നതും വെള്ളച്ചാട്ടത്തിൻ്റെ ഇരമ്പൽ കേൾക്കാൻ തുടങ്ങി. പിന്നെ കുറച്ച് മുന്നോട്ട് നടന്നതും അവർ കല്ല് വെച്ച് മാർക്ക് ചെയ്ത സ്ഥലം കണ്ടു. ടെൻറ്റിനുള്ള പരന്ന പാറ. വിറകുകൂട്ടമെല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവർ ടോർച്ച് വെളിച്ചത്തിൽ തന്നെ ടെൻറ്റ് തയ്യാറാക്കി. 6 പേർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. തീ കായുവാനും മറ്റും അവിടെ വിറകുകൾ കൂട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. കാർത്തികിൻ്റെ കയ്യിലുണ്ടായിരുന്ന പോർട്ടബിൾ മിനി സ്റ്റൗ അവൻ തൻ്റെ ട്രാവൽ ബാഗിൽ നിന്നും എടുത്ത് പുറത്തു വെച്ചു. വെള്ളം കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് വേറെന്തെങ്കിലും മാർഗം സ്വീകരിക്കാമെന്ന് അവർ തീരുമാനിച്ചിരുന്നു. വീണിയെയും മാതിരിയെയും അവിടെ ഇരുത്തിയിട്ട് ആൺകുട്ടികൾ ചെറിയ അരുവി വല്ലതുമുണ്ടോ എന്ന് തിരയാനിറങ്ങി. അവർ നിന്നിടത്ത് നിന്നും ഒരു 5 അടി നടന്നതും ഒരു ചെറിയ അരുവി കണ്ടെത്തി. അപ്പോഴും അവരുടെ ചെവികളിൽ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. അവർ അരുവിക്കരയിൽ നിന്നും തിരികെ വന്നു. അവരുടെ കയ്യിലുണ്ടായിരുന്ന എമർജൻസി ലാമ്പുകൾ തെളിയിച്ചു. പാചകം ചെയ്യാനുള്ള പുറപ്പാടായിരുന്നു. തണുപ്പിൻ്റെ തീവ്രത കൂടുതലായിരുന്നതിനാൽ വേണിയും മാതിരയും വിറകിന് തീ കൂട്ടുവാൻ തുടങ്ങി. അപ്പോഴായിരുന്നു മറ്റൊരു വിറക് കൂട്ടത്തിൻ്റെ മുകളിൽ ഒരു കവർ ഇരിക്കുന്നത് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു വെള്ള കവർ. വിവേക് ചെന്ന ആ കവർ കയ്യിലെടുത്തു. അതിൻ്റെ മുകളിൽ ചുവന്ന മഷിയിൽ ടു കരിമല ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് ഫ്രോം വെൽ വിഷർ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. വിവേക് ഗ്ലൗസ് ഇട്ട് കവർ തുറന്നു. അകത്തൊരു ഡിജിറ്റൽ ഫോട്ടോ. അതിൽ 6 പേരും ഉണ്ടായിരുന്നു. അന്ന് ഉച്ചയ്ക്ക് കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ പിന്നിൽ നിന്നും എടുത്തത്. അവൻ ആ ഫോട്ടോ തിരിച്ചു പിടിച്ചു നോക്കി. അതിനു പിന്നിൽ 1952 3 പേർ, 2016 6 പേർ. കണക്ക് തീർക്കാൻ സമയമായി എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. തീ കൂട്ടിക്കഴിഞ്ഞ് വേണിയും മാതിരയും ഫോട്ടോ കയ്യിൽ പിടിച്ചു നിൽക്കുന്നവരുടെ അടുത്തേക്ക് വന്നു. അവരും അതിലെ വാചകങ്ങൾ ശ്രദ്ധിച്ചു. ആ ഫോട്ടോ തീയുടെ വെളിച്ചത്തിൽ വിവേകിൻ്റെ കയ്യിലിരുന്ന് വിറച്ചു. 6 പേരും നിശബ്ദരായി. വെള്ളച്ചാട്ടത്തിൻ്റെ ഇരമ്പൽ പോലും പിന്നിലേക്ക് പോയതുപോലെ അവർക്ക് തോന്നി. ഇത് ഭീഷണിയാണ്, ഗൗരവ് പറഞ്ഞു. അവൻ്റെ ശബ്ദം പരുങ്ങലില്ലാതെ ഉറച്ചതായിരുന്നു. നമ്മളെ പേടിപ്പിച്ച് ഓടിക്കാനല്ലെങ്കിൽ കൊല്ലാൻ. വിവേക് വാചകം പൂർത്തിയാക്കി. അവൻ ഫോട്ടോകൾ എവിഡൻസ് ബാഗിലേക്ക് ഇട്ടു. ഗ്ലൗസ് ഊരിയില്ല. ലുക്ക്, ഇതൊരു പ്രൊഫഷണൽ ക്യാമറ ലോങ് ലെൻസ് ഉപയോഗിച്ചെടുത്ത ഫോട്ടോയാണ്. കോട്ടയം ബസ് സ്റ്റാൻഡിൽ വെച്ച്. വീട് വിട്ടത് മുതൽ, അല്ലെങ്കിൽ നമ്മൾ ഈ ട്രിപ്പ് വരാൻ പ്ലാൻ ഇട്ടത് മുതൽ നമ്മൾ ഓരോരുത്തരും നിരീക്ഷണത്തിലായിരുന്നു. പക്ഷെ എങ്ങനെയെന്നറിയില്ല. നമ്മൾ പറയുന്നത് ആരെങ്കിലും കേട്ടിട്ടാണോ? ഒന്നും അറിയില്ല. ആരാണ് നമ്മളെ നിരീക്ഷിക്കുന്നത്? നമ്മൾ എന്ത് തെറ്റ് ചെയ്തു? വേണി കരഞ്ഞു. നമ്മളൊരു കേസ് തുറക്കാൻ പോകുന്നു. കേസിൻ്റെ ചുരുളഴിക്കാൻ പോകുന്നു. അതാരെയോ ഭയപ്പെടുത്തുന്നുണ്ട്, ആതിര പറഞ്ഞു. അവൾ തൻ്റെ ഡയറി തുറന്നു. സസ്പെക്ട് ലിസ്റ്റ് എന്നെഴുതി. 1 ബേബി ചായൻ, അയാൾക്ക് കഥയറിയാം. 2 കേശവൻ ചേട്ടൻ, അയാൾക്ക് നമ്മുടെ പ്ലാൻ അറിയാം. 3 ശശി ചേട്ടൻ, അയാൾ എന്തിനോ പേടിച്ച് ഓടിപ്പോയി. അല്ലെങ്കിൽ അയാളും ആ കൂട്ടത്തിലുണ്ടാകും. ശശിച്ചേട്ടനെ സംശയിക്കരുത്, ഡാനി എതിർത്തു. അയാൾ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഓടിപ്പോയത്, തിരിച്ചു പോയെന്ന് പറഞ്ഞത്. അതുമാകാം, ഗൗരവ് തലയാട്ടി. ബട്ട് ഇപ്പോൾ നമ്മൾ എന്തു ചെയ്യും? രാത്രി 9:45. ഗ്രാമം ഉറങ്ങിയിട്ടുണ്ട്. ജീപ്പില്ല. ഫോണിൽ സിഗ്നൽ എപ്പോഴും കാണില്ല. കാർത്തിക് ചുറ്റും നോക്കി. ശശിച്ചേട്ടൻ പറഞ്ഞതുപോലെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിൽക്കരുത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഒരു 5 മിനിറ്റ് നടന്നാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അരികിലെത്തും. പക്ഷേ പോകാൻ വേറെ വഴിയില്ല. ആകെയുള്ളത് ബംഗ്ലാവിലേക്കുള്ള വഴി മാത്രം. അവൻ കുന്നിൻ മുകളിലേക്ക് ചൂണ്ടി. ബംഗ്ലാവ് ഇരുട്ടിൽ കറുത്ത രൂപം കണക്ക് നിന്നു. ആരോ അവിടെയുണ്ട്. വെളിച്ചം കാണുന്നുണ്ട്. അവിടെ സൂക്ഷിച്ചു നോക്കിക്കേ.
ആതിര പതിയെ പറഞ്ഞു. ആരും അകത്തുണ്ട്. ഒരുപക്ഷെ അവർ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാകാം. അപ്പോഴായിരുന്നു കാടിൻ്റെ ഉള്ളിൽ നിന്നും ഒരു മനുഷ്യൻ ദയനീയമായി അലറി വിളിക്കുന്ന ശബ്ദം കേട്ടത്. ഒരു നിമിഷം കൊണ്ട് തന്നെ ആതിര ശബ്ദത്തിൻ്റെ ഉടമയെ തിരിച്ചറിഞ്ഞു. അവൾ മാത്രമല്ല, ബാക്കിയുള്ളവരും ആ ശബ്ദത്തിൻ്റെ ഉടമയെ തിരിച്ചറിഞ്ഞിരുന്നു. ശശിച്ചേട്ടൻ്റെ ശബ്ദമായിരുന്നു അത്. എന്തിനെയോ കണ്ട് പേടിച്ചതുപോലെ, അല്ലെങ്കിൽ ആരും അദ്ദേഹത്തെ അപായപ്പെടുത്തുന്ന പോലെ. അവർ 6 പേരും ആ ഇരുട്ടിലും ശശിയുടെ അലർച്ച കേട്ട ദിക്കിലേക്ക് ഓടി. കാട്ടുചെടികൾക്കിടയിലൂടെ ഓടിയവർ ഇടയ്ക്കിടെ വള്ളിച്ചെടികളിലും കല്ലുകളിലും തട്ടി നിലത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. ആ വീഴ്ചയിൽ അവരുടെ കൈകാലുകളിൽ നിന്നും ചോര പൊടിയുവാൻ ആരംഭിച്ചു. മുൾച്ചെടികളിൽ തട്ടി കാലിലും മറ്റും ശരീരഭാഗങ്ങളിലും മുറിവുണ്ടായി. അതൊന്നും വകവയ്ക്കാതെ അവർ മുന്നോട്ട് ഓടിക്കൊണ്ടേയിരുന്നു. അവിടെയെങ്ങും അവർക്ക് ശശിച്ചേട്ടനെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. കുറച്ചു ദൂരം കൂടി അലഞ്ഞു തിരിഞ്ഞവർ കിതച്ച അവശരായി അവിടെ കണ്ടൊരു വലിയ മരത്തിൻ്റെ ചുവട്ടിലേക്കിരുന്നു. മുറിവുണ്ടായ ഭാഗത്തുകൂടെ എല്ലാം ചോര പൊടിയുന്നുണ്ടായിരുന്നു. വേണി പേടുകൊണ്ട് കരഞ്ഞുകൊണ്ടേയിരുന്നു. ബാക്കിയുള്ളവർ കരയുന്നില്ല എങ്കിലും അവർ ഇരുന്ന സ്ഥലത്ത് നിന്നും കുറച്ചപ്പുറമായി എന്തോ ഒന്ന് കൊണ്ടുപോയ പാട് അവർ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് വെട്ടത്തിൽ കണ്ടു. കാരണം ആ ഭാഗത്തുണ്ടായിരുന്ന പുൽനാമ്പുകൾ എന്തോ ഭാരമുള്ള വസ്തു അതിൻ്റെ പുറത്തു വീണാലെന്ന പോലെ ഭൂമിയോട് പറ്റിച്ചേർന്ന് ചതഞ്ഞ പോലെയായിരുന്നു. ആ പാടിൻ്റെ ഒരു ഭാഗത്ത് അവ്യക്തമായി എന്തോ ഒരു സാധനം കിടക്കുന്നത് അവർ കണ്ടു. ടോർച്ച് വെട്ടം അങ്ങോട്ടടിച്ചപ്പോൾ അവർ ഞെട്ടിപ്പോയി. അത് ശശിച്ചേട്ടൻ്റെ തൊപ്പിയായിരുന്നു. അവർ 6 പേരും നടുങ്ങിപ്പോയി. എന്തു ചെയ്യണമെന്നറിയാതെ അവർ അവിടെ തന്നെ തറച്ചു നിന്നു. ഗൗരവ് ഒരു നിമിഷം കണ്ണടച്ചു. അച്ഛൻ്റെ മുഖം അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകളും. ഈഗോ വിചാരിക്കരുത്, ജീവനാണ് വലുത്. പക്ഷെ ഇപ്പോൾ ഈഗോയുടെ പ്രശ്നമല്ല, അതിജീവനത്തിൻ്റെ പ്രശ്നമാണ്. ഇവിടെ നിന്നാൽ ആ ഫോട്ടോ അയച്ചവർ പിന്തുടർന്നു വരും. ബംഗ്ലാവിൽ പോയാൽ അവിടെ ആരാണോ അവരെ നേരിടണം. ശശിച്ചേട്ടനെ രക്ഷിക്കണം. എന്തായാലും നേരിട്ടേ പറ്റൂ. എനിക്ക് പേടിയാകുന്നു. നമുക്കിവിടെ നിന്നും പോകാം. ഇത് വളരെ അപകടം പിടിച്ചതാണ്. നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് ഇവിടെ നടക്കുന്നത്. വാ, നമുക്ക് പോകാം, വേണി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നമുക്ക് വഴി കാണിച്ചു തരാൻ വന്ന് നമ്മളിവിടെ നിന്നും രക്ഷിക്കാൻ നോക്കിയ ഒരാളാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ മുന്നിൽ ഒരാൾ അപകടത്തിൽപ്പെടുമ്പോൾ ഓടി മാറുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? ഡാനി ചോദിച്ചു. എന്തു വന്നാലും നമ്മൾ ഇവിടുന്ന് പോകില്ല. ഇതിനൊരു അവസാനം കുറിക്കാതെ ഈ കരിമല വിട്ട് നമ്മളാരും പോകില്ല, വിവേക് പറഞ്ഞു. അതെ, ഒന്നുകിൽ എല്ലാ സത്യങ്ങളും നമ്മൾ കണ്ടുപിടിച്ച് ഇവിടെ നിന്നും തിരികെ പോകും, അല്ലെങ്കിൽ കരിമലയുടെ നിഗൂഢതയിൽ നമ്മളും വലിഞ്ഞു ചേരും, കാർത്തിക് ഉറച്ച സ്വരത്തോടെ പറഞ്ഞു. അതെ, ഇപ്പോൾ നമ്മൾ ബംഗ്ലാവിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. എല്ലാ നിഗൂഢതകളുടെയും ഉറവിടം അവിടെയല്ലേ. ചിലപ്പോൾ ശശിച്ചേട്ടൻ അവിടെ കാണും, ഗൗരവ് പറഞ്ഞു നിർത്തി. 2 നിമിഷത്തിന് ശേഷം അവൻ തുടർന്നു. ബംഗ്ലാവിലേക്ക് പോകാനുള്ള പ്രധാന കാരണങ്ങൾ. 1, ശശിച്ചേട്ടൻ്റെ തൊപ്പി വലിച്ചഴിച്ച അറ്റം ബംഗ്ലാവിലേക്ക് പോകുന്ന വഴിയിലേക്കാണ് നീളുന്നത്. അയാൾ അപകടത്തിലാണെങ്കിൽ നമ്മൾ അയാളെ സഹായിക്കണം. 2, കേസ് ഫയൽ 72/52 നമ്മളായിട്ട് വീണ്ടും അന്വേഷിക്കരുതെന്ന് ശശിച്ചേട്ടൻ പറഞ്ഞു. അതിനർത്ഥം സത്യം അതിനകത്താണ്. എന്തോ നിഗൂഢമായി ഒന്നുണ്ടെന്ന് നമുക്കുറപ്പിക്കാം. 3, നമ്മളിവിടെ നിന്നാൽ ഡിഫൻസ് ചെയ്യാൻ പറ്റില്ല. നമുക്കുടൻ തന്നെ തിരിച്ചുപോയി 2-3 ടോർച്ചും ബാഗിൽ കരുതിയ കത്തിയും അത്യാവശ്യം മറ്റു ഉപകരണങ്ങളും എടുക്കണം. ഗൗരവ് പറഞ്ഞു നിർത്തിയതും വേണിയുടെ കയ്യിൽ നിന്നും ആതിര കോമ്പസ് വാങ്ങി ദിക്ക് മനസ്സിലാക്കി. വിവേക് തൻ്റെ പോക്കറ്റിൻ്റെ ഉള്ളിൽ നിന്നും കരിമലയുടെ മാപ്പ് പുറത്തെടുത്തു. ഉടൻ തന്നെ അവർ കർമ്മനിരതരായി. അവർ നിന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 20 മിനിറ്റ് സഞ്ചരിച്ചപ്പോൾ തങ്ങളുടെ ആ ഭാഗം സാധനങ്ങളും ഇരിക്കുന്ന സ്ഥലത്തെത്തി. അവിടുന്ന് ഉടൻ തന്നെ തങ്ങൾക്ക് ആവശ്യമായ സാധനമെടുത്തു. എങ്കിൽ നമുക്ക് പോകാം. ഗൗരവ് കത്തി പുറത്തെടുത്തു. നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ട്. ആദ്യ നിയമം, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നടക്കണം. എന്തു വന്നാലും കൂട്ടം തെറ്റാൻ പാടില്ല. 2, കഴിവതും ശബ്ദമുണ്ടാക്കരുത്. അപകടം പതിയിരിക്കുന്നുണ്ടാകാം. 3, ടോർച്ച് ഞാൻ തെളിയിക്കും. 4, എന്ത് കണ്ടാലും കൈകൊണ്ട് തുടരുത്. വിവേക് ഫോട്ടോ എടുക്കും. ആതിര നോട്ട്സ് കുറിക്കും. ക്ലിയർ? ഗൗരവ് പറഞ്ഞു നിർത്തി. ക്ലിയർ, അവർ 6 പേരും പതിയെ പറഞ്ഞു. രാത്രി 11 മണി. ബംഗ്ലാവിൻ്റെ മുറ്റം. ആ വിജനമായ ബംഗ്ലാവിൻ്റെ മുറ്റത്തെ മണ്ണ് വലിയ അളവിൽ ഈർപ്പമുള്ളതായിരുന്നു. ആ മണ്ണിൽ നിരവധി കാൽപ്പാടുകൾ പതിഞ്ഞിരുന്നു. പലതരം ബൂട്ടിൻ്റെ പാടുകളും ഉണ്ടായിരുന്നു. അതിലൊന്ന് ശശിച്ചേട്ടൻ്റെ കാലിലുണ്ടായിരുന്ന ബൂട്ടിൻ്റെ അടയാളമായിരുന്നു. കൂട്ടത്തിൽ സംശയാസ്പദമായി ചെറിയ നഗ്നപാദത്തിൻ്റെ അടയാളവും ഉണ്ടായിരുന്നു. സ്ത്രീകൾ ധരിക്കുന്ന ചെരുപ്പിൻ്റെ അടയാളവും ആ മണ്ണിൽ പതിഞ്ഞിരുന്നു. കുറച്ചൊക്കെ പഴയ കാൽപ്പാടുകളും ചെരുപ്പ് അടയാളങ്ങളുമായിരുന്നു. പക്ഷേ ഏറ്റവും പുതിയതായി ഒരടയാളം അവിടെ അവശേഷിച്ചിരുന്നു. ഒരു ഭാരമുള്ള ആൾ നനവ് പടർന്ന മണ്ണിൽ ചവിട്ടിയാൽ എങ്ങനെയുണ്ടാകുമോ അങ്ങനെ ഒരു അടയാളം ആ മണ്ണിൽ ബാക്കിയായിരുന്നു. അവിടെ വലിച്ചഴിച്ചതുപോലെയുള്ള അടയാളങ്ങളും ഉണ്ടായിരുന്നു. 3 പേരുടേതാണ് പുതിയ കാലടയാളമായി തോന്നുന്നത്. വിവേക് വളരെ പതിയെ അവർക്ക് കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു.
ശശിചേട്ടൻ, ഒരു സ്ത്രീ, പിന്നൊരു അജ്ഞാതൻ. അജ്ഞാതനാണ് ശശിചേട്ടനെ വലിച്ചഴിച്ചിരിക്കുന്നത്. നോക്ക്, ബൂട്ടിൻ്റെ പാട് വലിയുന്ന പോലെ. പ്രതിരോധത്തിൻ്റെ അടയാളങ്ങളും അവിടെ അവശേഷിച്ചിട്ടുണ്ട്, വിവേക് പറഞ്ഞു നിർത്തി. അവർ മുൻപ് കരുതിയതുപോലെ തന്നെ പാടുകൾ ചെന്ന് നിൽക്കുന്നത് സെല്ലാർ വാതിലിൻ്റെ അടുത്താണ്. ആ വാതിൽ പകുതി തുറന്നു കിടക്കുന്ന നിലയിലായിരുന്നു. വാതിലിൻ്റെ പിടിയുടെ സ്ഥാനത്ത് തുരുമ്പിച്ച് ഇരുമ്പ് വളയമുണ്ടായിരുന്നു. അവരെ ഞെട്ടിച്ച വേറൊരു കാര്യം എന്തെന്നാൽ ആ വാതിലിൽ ചോര പുരണ്ടൊരു കൈയടയാളമുണ്ടായിരുന്നു. ഗൗരവ് പതിയെ വാതിലിൻ്റെ അടുത്ത് മുട്ടുകുത്തി. ടോർച്ച് അകത്തേക്കടിച്ചു. കൽപ്പടികൾ താഴേക്ക് നീണ്ടു കിടക്കുന്നു. അവിടെ വെട്ടത്തിൻ്റെ അംശം പോലും അവർക്ക് കാണുവാൻ സാധിച്ചില്ല. മുഴുവനും ഇരുട്ടായിരുന്നു. വാതിലിൻ്റെ ഉള്ളിൽ നിന്നും എന്തോ ദ്രാവകം വീഴുന്ന ചെറിയ ശബ്ദം അവരുടെ കാതുകളിൽ പതിച്ചു. ആയുധം റെഡി, ഗൗരവ് പറഞ്ഞു. കാർത്തിക് ഒരു വലിയ കമ്പെടുത്തു. ഡാനി ക്യാമറ ഓണാക്കി. വിവേക് റെക്കോർഡർ ഓൺ ചെയ്തു. അവർ 6 പേരും വളരെയധികം ശ്രദ്ധയോടെ ആ കൽപ്പടവുകളിലൂടെ താഴേക്ക് നടന്നു. അവർക്കു ചുറ്റും തണുപ്പിൻ്റെ വലയം രൂപം കൊണ്ടു. 1, 2, 3, 10 എന്നിങ്ങനെ പടികൾ എണ്ണിയായിരുന്നു അവർ ഇറങ്ങിയത്. താഴേക്ക് അടുക്കുന്തോറും തണുപ്പ് കൂടിക്കൂടി വന്നു. അവസാന പടി ഇറങ്ങിയതും ഈർപ്പത്തിൻ്റെ മണം അവരുടെ മൂക്കിലേക്ക് തുളച്ചു കയറി. അതിൻ്റെ കൂടെ ചോരയുടെയും ചീഞ്ഞ മാംസത്തിൻ്റെയും മനം മടുപ്പിക്കുന്ന ദുർഗന്ധവും അവിടെ പൊതിഞ്ഞു. അവർ ടോർച്ച് ലൈറ്റ് തെളിയിച്ചു. അത് ഏകദേശം 80 അടി ചുറ്റളവുള്ള റൂമായിരുന്നു. കല്ലുകൾ കൊണ്ട് തീർത്ത ചുമര് ഭാഗം. ഒരു മൂലയിൽ പഴയ വീപ്പകൾ, നടുവിൽ മര ടേബിൾ. അവിടമാകെ പരതുമ്പോളായിരുന്നു ടേബിളിൻ്റെ പുറത്ത് ആരോ കിടക്കുന്നതായി അവർക്ക് മനസ്സിലായത്. ശശിചേട്ടൻ! അവർ ഞെട്ടിപ്പോയി. തങ്ങൾ കാണുമ്പോൾ ഉണ്ടായിരുന്ന യൂണിഫോം തന്നെ. ശശിചേട്ടൻ ആ മര ടേബിളിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുറത്ത് ഒരു കുത്തേറ്റ അടയാളമുണ്ടായിരുന്നു. ഒരുപക്ഷെ അതൊരു കത്തിക്കുത്താകാം. ചോര ടേബിളിൽ നിന്നും താഴേക്ക് ഒലിച്ചിറങ്ങുന്നു. മുകളിൽ നിന്നും കേട്ട ദ്രാവകം വീഴുന്ന ശബ്ദം ശശിചേട്ടൻ്റെ രക്തമൊഴുകി നിലത്തേക്ക് പതിക്കുന്ന ശബ്ദമായിരുന്നു. വേണിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൾ ശബ്ദം പുറത്തു വരാതെ വാപൊത്തി. ആതിര അവളെ ചേർത്ത് പിടിച്ചു. ഗൗരി ശശിചേട്ടൻ്റെ പൾസ് നോക്കി. ഇല്ല, ശശിചേട്ടൻ്റെ ഹൃദയമിടിപ്പ് നിന്നുപോയിരിക്കുന്നു. ശരീരം മരവിച്ചു തുടങ്ങാറായി. കൊലപാതകം, വിവേക് പറഞ്ഞു. അവൻ്റെ ശബ്ദം വിറച്ചില്ല. സെക്ഷൻ 302 IPC, കേസ് ഫയൽ 72/52, തുറന്നതിൻ്റെ ശിക്ഷ. ഡാനി ക്രൈം സീൻ ഫോട്ടോ എടുത്തു. ഫ്ലാഷ് ഇട്ടില്ല. അവൻ ക്യാമറയുടെ നൈറ്റ് വിഷൻ ഓണാക്കിയായിരുന്നു ഫോട്ടോ എടുത്തത്. ശശിയുടെ കയ്യിൽ ഒരു പേപ്പർ മുറുകെ പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഗൗരവ് പതിയെ ഗ്ലൗസ് ഉപയോഗിച്ച് അത് ശശിചേട്ടൻ്റെ കയ്യിൽ നിന്നും എടുത്തു. അതെന്തോ ടൈപ്പ് ചെയ്ത പഴയൊരു കടലാസ് കഷ്ണമായിരുന്നു. ആ കടലാസിൽ മഞ്ഞ നിറം പടർന്നിരുന്നു. അതിൽ കോട്ടയം പോലീസ് സ്റ്റേഷൻ, കേസ് നമ്പർ 72/52, റീ ഇൻവെസ്റ്റിഗേഷൻ റിക്വസ്റ്റ് ബൈ സാർ മാധവൻ, ഡേറ്റ് 15/8/1952. ഫൈൻഡിങ്സ്: തോമസ് എഡ്വാർഡ്. തോമസിൻ്റെ ശരീരത്തിൽ നിന്നും 2 വെടിയുണ്ടകൾ കണ്ടെടുത്തു. ഒന്ന് 0.38 കാലിബർ, മറ്റൊന്ന് 0.303. രണ്ടും വ്യത്യസ്ത തോക്കുകളിൽ നിന്നാണ് വെടിയുതിർത്തത്. അതിനാൽ ഇത് ആത്മഹത്യയാകാൻ ഒരു സാധ്യതയുമില്ല. 2 എലിസബത്ത് എഡ്വാർഡ്. എലിസബത്തിൻ്റെ കൈകളിൽ പ്രതിരോധിക്കാൻ ശ്രമിച്ചതിൻ്റെ മുറിവുകളുണ്ട്. അവർ കൊലയാളിയുമായി മല്ലിട്ടിരുന്നുവെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. 3 അന്ന എഡ്വാർഡ്, 10 വയസ്സ്. 10 വയസ്സുകാരിയായ അന്നയ്ക്ക് ദൂരെ നിന്നാണ് വെടിയേറ്റത്. വെടിയുണ്ടയുടെ ആംഗിൾ പരിശോധിച്ചതിൽ നിന്നും കൊലയാളിക്ക് ഏകദേശം 6 അടി ഉയരമുണ്ടാകുമെന്ന് കരുതുന്നു. എന്നാൽ തോമസിൻ്റെ ഉയരം 5 അടി 7 ഇഞ്ച് മാത്രമായിരുന്നു. കാൽപ്പാടുകൾ: ബംഗ്ലാവിന് പുറത്ത് വലിപ്പം 11 കാൽപ്പാടുകൾ കണ്ടെത്തി. തോമസ് ധരിച്ചിരുന്നത് 8-ാം നമ്പർ വലിപ്പമുള്ള ഷൂസുകളായിരുന്നു. സാക്ഷി കുഞ്ഞുകുട്ടൻ, തോട്ടം തൊഴിലാളി. കൊലപാതകം നടന്ന രാത്രിയിൽ അവിടെ ഒരു കറുത്ത കാർ കണ്ടതായി തേയില നുള്ളുന്ന തൊഴിലാളിയായ കുഞ്ഞുകുട്ടൻ മൊഴി നൽകി. ആ കാർ ആരുടേതായിരുന്നു? എന്നാൽ അവർക്ക് ബാക്കി വായിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. പേപ്പർ അവിടെ വെച്ച് കീറിയിരിക്കുന്നു. സാക്ഷി കുഞ്ഞിക്കുട്ടൻ. ആതിര ഡയറിയിൽ എഴുതി. ബ്ലാക്ക് കാർ ആരുടേത്? MLAയുടെ. ഗൗരവ് പൂരിപ്പിച്ചു. ബോബിച്ചായം പറഞ്ഞത് ഓർമ്മയില്ലേ? തേയില എസ്റ്റേറ്റ് വേണമായിരുന്നു അയാൾക്ക്, പക്ഷേ സായിപ്പ് കൊടുത്തില്ല. അപ്പോൾ അയാൾ അവരെ കൊന്നുവല്ലേ? വിവേക് പറഞ്ഞു. 3 പേരുടെയും മരണം സൂയിസൈഡാക്കി. പക്ഷേ SI മാധവൻ അത് കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്തു. പക്ഷേ മുകളിൽ നിന്നുണ്ടായ സമ്മർദ്ദം മൂലം ആ കേസ് പൂർത്തിയാക്കാൻ കഴിയാതെ വെറും ആത്മഹത്യയാക്കി ക്ലോസ് ചെയ്യേണ്ടി വന്നു. ആ SIയെ ട്രാൻസ്ഫർ ചെയ്തു. അല്ലെങ്കിൽ ഇല്ലാതെയാക്കി കാണും, ഡാനി പറഞ്ഞു. 64 വർഷം കഴിഞ്ഞ് അയാളുടെ റിപ്പോർട്ട് ശശിയുടെ കയ്യിൽ കിട്ടി. അദ്ദേഹം അത് വായിച്ചു. ശശി അതിൽ നിന്നും എന്തോ കണ്ടെത്തി. അതാണ് ശശിയെ അവർ കൊന്നത്. പെട്ടെന്ന് മുകളിൽ നിന്നും ഒരു കരകര ശബ്ദം കേട്ടു.
ബംഗ്ലാവിൻ്റെ പ്രധാന വാതിൽ ആരോ തുറന്നിരിക്കുന്നു. അല്പനിമിഷത്തിനകം സെല്ലാറിൻ്റെ വാതിൽ ആരോ തുറക്കുന്ന ശബ്ദം കേട്ടു. അതായത് അവരിപ്പോൾ നിൽക്കുന്ന നിലവറയുടെ വാതിൽ. ഒരു കനത്ത ബൂട്ടിൻ്റെ ശബ്ദം. അത്യാവശ്യം ശരീരഭാരമുള്ള ആരോ ആണ് വരുന്നതെന്ന് അവർക്ക് മനസ്സിലായി. ലൈറ്റ് ഓഫ്, ഗൗരി മന്ത്രിച്ചു. ആ അറയിൽ ഇരുട്ട് നിറഞ്ഞു. 6 പേരും ശ്വാസം അടക്കി പിടിച്ചു. അവർ ശശിയുടെ മൃതദേഹം കിടന്ന ടേബിളിൻ്റെ പിന്നിൽ പതുങ്ങിയിരുന്നു. ആ കാൽപെരുമാറ്റം മുകളിൽ നിന്നും താഴേക്ക് വരുന്നതായി അവർക്ക് മനസ്സിലായി. ഒരു ടോർച്ച് വെളിച്ചവും അതോടൊപ്പം താഴേക്ക് വരുന്നുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞു മക്കളെ, നിങ്ങളിവിടെ ഉണ്ടെന്ന്. അതൊരു പ്രായമായ പുരുഷൻ്റെ പരുക്കം ശബ്ദമായിരുന്നു. കേശവൻ വിളിച്ചു പറഞ്ഞു, 6 പിള്ളേർ കേസന്വേഷിക്കാൻ വന്നിരിക്കുന്നുവെന്ന് അയാൾ പറഞ്ഞു നിർത്തി. ഇതിനോടകം അയാൾ അവസാന പടവും കഴിഞ്ഞിരുന്നു. അയാളുടെ കയ്യിലിരുന്ന ടോർച്ച് വെളിച്ചം ആദ്യം ടേബിളിൽ കിടന്ന് ശശിയുടെ മൃതദേഹത്തിലും പിന്നെ ടേബിളിൻ്റെ പിന്നിൽ ഒളിച്ചിരുന്ന 6 പേരിലും പതിഞ്ഞു. വെളിച്ചത്തിൻ്റെ പിന്നിൽ ഒരു ഉറച്ച മനുഷ്യരൂപം. അയാൾ 60 വയസ്സ് പ്രായം തോന്നിക്കും. മുടി കൂടുതലും നരച്ചു. കയ്യിലൊരു പഴയ 0.38 റിവോൾവർ ഉണ്ടായിരുന്നു. പുറത്തേക്ക് വാ, ഒച്ചയുണ്ടാക്കരുത്. വെറുതെ നിങ്ങളുടെ സാറിനെ പോലെ ആകണ്ട, അയാൾ പറഞ്ഞു. ഗൗരവ് പതിയെ എഴുന്നേറ്റു. അവൻ്റെ കയ്യിൽ അവർ കൊണ്ടുവന്ന കത്തിയുണ്ടായിരുന്നു. നിങ്ങളാരാ? അവൻ ധൈര്യം സംഭരിച്ചു ചോദിച്ചു. അയാൾ ചിരിച്ചു. ഞാൻ 64 വർഷമായി ഈ കാടിൻ്റെ കാവൽക്കാരനാണ്. 1952 എൻ്റെ അപ്പൻ ഈ എസ്റ്റേറ്റിൻ്റെ ഫോർമാനായിരുന്നു. ആ സായിപ്പ് നല്ലവനായിരുന്നു. പക്ഷെ അയാൾക്ക് വാശി അല്പം കൂടുതലാണ്. എസ്റ്റേറ്റ് വിൽക്കില്ലെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചു. അത് കേട്ടപ്പോൾ എൻ്റെ മുതലാളിക്ക് ദേഷ്യം വന്നു. എൻ്റെ അപ്പനും 2 പേരും കൂടി അതങ്ങ് ചെയ്തു. അന്ന് രാത്രി 4 ബുള്ളറ്റ്. സായിപ്പിൻ്റെയും കുടുംബത്തിൻ്റെയും കഥ തീർന്നു. നിങ്ങളുടെ അപ്പനായിരുന്നോ കൊലയാളി? അപ്പോൾ MLA? വിവേക് ചോദിച്ചു. അത് തന്നെയായിരുന്നു കൊലയാളി. പിന്നീട് എൻ്റെ അപ്പനെ ആരോ കൊന്നു. പിന്നെ ഞാൻ വളർന്നത് മുതലാളിയുടെ മകൻ്റെ കീഴിലായിരുന്നു. ഇപ്പോൾ അയാൾ MLA ആണ്. ഈ എസ്റ്റേറ്റ് ഇപ്പോൾ റിസോർട്ടാക്കാനാണ് പ്ലാൻ. പക്ഷേ ബംഗ്ലാവ് ഒരു പ്രശ്നം തന്നെയാണ്. ശപിക്കപ്പെട്ടതെന്ന് പറഞ്ഞ് ആരും വരില്ല. അതുകൊണ്ട് ആ ബംഗ്ലാവ് പൊളിച്ചു മാറ്റണം. പക്ഷെ അതിനു മുമ്പ് ഡാനി എല്ലാ സംഭാഷണങ്ങളും രഹസ്യമായി റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനു മുമ്പ് 1952 മാധവൻ SIയുടെ റിപ്പോർട്ട് ഫയൽ കത്തിക്കണം. അത് പുറത്തു വന്നാൽ ഇപ്പോഴുള്ള MLAയുടെ അച്ഛൻ കുടുങ്ങും. പാർട്ടി കുടുങ്ങും. കോടികളുടെ ഡീൽ പൊളിയും. ശശി എങ്ങനെയോ ആ ഫയൽ കണ്ടെത്തി. അതെല്ലാം വായിച്ച ശേഷം അവൻ എന്നെ വിളിച്ചു ബ്ലാക്ക് മെയിൽ ചെയ്യാൻ. ഇപ്പോൾ ബ്ലാക്ക് ചെയ്യാമെന്നവൻ ദേ കിടക്കുന്നു. ഞാൻ അവൻ്റെ കാര്യം തീർത്തു. അയാൾ ശശിയുടെ മൃതദേഹത്തിലേക്ക് തോക്ക് ചൂണ്ടി. ഇപ്പോൾ നിങ്ങൾ 6 സാക്ഷികൾ. കേസ് ഫയൽ ഇവിടേക്ക് വരുന്നതിന് മുമ്പേ തന്നെ വായിച്ചു. ഇവിടെയൊക്കെ ഫോട്ടോ എടുത്തു. പിന്നെ എല്ലാം രഹസ്യമായി റെക്കോർഡ് ചെയ്തു. ഇപ്പോഴും റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളെ വെറുതെ വിടാൻ പറ്റില്ല. നിങ്ങൾ വെറും കുട്ടികളല്ല, അതെനിക്കറിയാം. നിങ്ങൾ ഇതിൻ്റെ പിന്നാലെ തന്നെയാണ്. ഇപ്പോൾ നിങ്ങളെ വെറുതെ വിട്ടാലും പിന്നീട് നിങ്ങൾ ഈ കേസ് ഇതിനോടകം തന്നെ പല തെളിവുകളും നിങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. ഇതും പറഞ്ഞ അയാൾ ട്രിഗറിൽ വിരൽ വെച്ചു. നിമിഷം തന്നെ പെട്ടെന്ന് സെല്ലാറിൻ്റെ മൂലയിൽ നിന്നും ഒരു ഞെരുക്കം കേട്ടു. അവിടെ ഉണ്ടായിരുന്ന വീപ്പുകളിലൊന്ന് അനങ്ങി. അയാൾ ഞെട്ടിത്തിരിഞ്ഞു. ആരാത്? വീപ്പയുടെ പിന്നിൽ നിന്നും ഒരു രൂപം പതിയെ എഴുന്നേറ്റു. മുടി അഴിച്ചിട്ട് വെളുത്ത വസ്ത്രം ധരിച്ച് 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ രൂപം. മുഖമാകെ വിളറി വെളുത്തിരുന്നു. കണ്ണുകൾ കറുത്ത് കുഴിഞ്ഞതുപോലെയായിരുന്നു. ഒട്ടും വികാരമില്ലാത്ത ഭാവം. അന്ന എഡ്വാർഡ്, 1952 മരിച്ച 10 വയസ്സുകാരി കുട്ടി. ആതിര വളരെ പതിയെ തൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു. അവൾ കേസ് ഫയലിൽ മുൻപ് തന്നെ ആ പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു. നീ ആ തോക്ക് പിടിച്ചയാൾ 2 ചുവട് പിന്നോട്ട് വെച്ചു. നീ ഒന്ന് മരിച്ചതല്ലേ? എൻ്റെ അപ്പം കൊന്നതല്ലേ നിന്നെ? കുട്ടി സംസാരിച്ചില്ല. അവൾ കൈനീട്ടി. അവളുടെ കയ്യിൽ ഒരു തുരുമ്പിച്ച ബുള്ളറ്റ് ഉണ്ടായിരുന്നു. ദിസ് ഈസ് വാട്ട് യുവർ ഫാദർ പുട്ട് ഇൻ മൈ ചെസ്റ്റ്, ദ ബുള്ളറ്റ്. നോ, ഇനി ഞാൻ നിന്നെ അവസാനിപ്പിക്കാൻ പോകുന്നു. അവളുടെ സംസാരം കേട്ടതും അയാളൊന്ന് വിറച്ചു. ഇത്രയും നേരം പിള്ളേരെ ഭീഷണിപ്പെടുത്തിയിരുന്ന ആൾ പെട്ടെന്ന് ഭയചകിതനായി. ഞാൻ എന്നെയൊന്നും ചെയ്യല്ലേ? അന്ന് എനിക്ക് വെറും 6 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അപ്പൻ്റെ കൂടെ വന്നതാണ് ഞാൻ എല്ലാം കണ്ടു. അപ്പൻ സാഹിബിനെ വെടിവെച്ചു, പിന്നെ ആൻറ്റിയെ, പിന്നെ നിന്നെ. നീ ഓടിപ്പോകാൻ ശ്രമിച്ചിരുന്നു. അപ്പൻ ഓടിച്ചിട്ട് വെടിവെച്ചു. ആ നിമിഷം നീ നിലത്തേക്ക് വീണു. കുട്ടിയൊന്നും മിണ്ടിയില്ല. അവൾ ഗൗരവിൻ്റെ നേരെ നോക്കി, പിന്നെ ശശിയുടെ മൃതദേഹത്തിലേക്ക്, പിന്നെ അവളുടെ നോട്ടം അയാളിലേക്ക് നീണ്ടു. അയാൾ ഭ്രമം ബാധിച്ചവനെ പോലെ അലറി വിളിക്കുവാൻ തുടങ്ങി. ആ സെല്ലാറിൻ്റെ ചുറ്റും അവൻ ഓടുവാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്നും ചെയ്തില്ല എന്നൊക്കെ അയാൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അവസാനം അയാൾ ഓട്ടം നിർത്തി. അവർ 6 പേരെയും നോക്കി. അപ്പോഴേക്കും അന്ന അയാളുടെ കണ്ണിൽ നിന്നും മാഞ്ഞു പോയിരുന്നു. അയാൾ വിവേകിന് നേരെ തോക്ക് ചൂണ്ടി ട്രിഗറിൽ കൈവച്ചു. സാറേ, ഗൗരവ് പതിയെ പറഞ്ഞു, തോക്ക് താഴെ വയ്ക്കുക. നിങ്ങളന്ന് കുട്ടിയായിരുന്നു.
തെറ്റ് ചെയ്തത് നിങ്ങളുടെ അപ്പനാണ്, നിങ്ങളല്ല. ഇപ്പോൾ വീണ്ടും ഒരു തെറ്റുകൂടെ ചെയ്യരുത്. തെറ്റ്, അയാൾ അലറി. ഞാൻ 64 വർഷം ഈ സത്യം ചുമന്നു. എൻ്റെ അപ്പം കൊലയാളിയായി. എൻ്റെ മുതലാളി അപ്പനെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ചു. അന്ന് ഞാൻ മിണ്ടാതെയിരുന്നു. പിന്നീട് അവരുടെ കാശ് വാങ്ങി ജീവിച്ചു. എൻ്റെ അപ്പൻ്റെ മരണശേഷം അവരുടെ കൂടെ തന്നെ കൂടി. ഇത്രയും നാൾ എല്ലാം മറച്ചു വെച്ചു. ഒരുപക്ഷെ ഞാൻ മറച്ചു വെച്ചതിലുപരി സത്യം അറിയുന്നവർ പുറത്തു പറയാതിരുന്നതാണ്. ഇപ്പോൾ എല്ലാം പുറത്തു വരും. ഞാൻ ജയിലിൽ പോകും. എൻ്റെ മക്കൾ, എൻ്റെ പേര്, എൻ്റെ കുടുംബം. അപ്പോൾ അയാൾക്ക് വല്ലാത്തൊരു ഭാവമായിരുന്നു. സത്യം പറഞ്ഞാൽ ശിക്ഷ കുറയും, സ്വയം കീഴടങ്ങൂ, MLA പൊക്കാൻ സഹായിക്കൂ. അന്നത്തെ ആ 10 വയസ്സുകാരിക്ക് നീതി കിട്ടട്ടെ, കൂട്ടത്തിൽ സായിപ്പിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും, പിന്നെ ഇതിൻ്റെ ഇരകളായി തീർന്നവർക്കും, വിവേക് പറഞ്ഞു. അയാൾ തോക്ക് ഗൗരവിന് നേരെ ചൂണ്ടി. അയാളുടെ വിരൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. നീതിയോ? എനിക്ക് നീതി ആരാ തരിക? 6 വയസ്സിൽ കൊല കണ്ട കുട്ടിക്ക് ആരാണ് നീതി തരുന്നത്? 6 വയസ്സിൽ കൊലപാതകം കണ്ട കുട്ടിക്ക് നീതി ലഭിക്കും. അക്രമികളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന അന്നത്തെ 6 വയസ്സുകാരന് തീർച്ചയായും നീതി ലഭിക്കും. പക്ഷെ പിന്നീട് അക്രമവും അഴിമതിയും ചെയ്ത ആൾക്ക് നീതി ലഭിക്കില്ല, ഡാനി പറഞ്ഞു. പെട്ടെന്ന് സെല്ലാറിൻ്റെ പുറത്തു നിന്നും സൈറൻ ശബ്ദം കേട്ടു. അവർക്ക് മനസ്സിലായി അത് പോലീസ് ജീപ്പിൻ്റെ സൈറൻ ശബ്ദമാണെന്ന്. ജീപ്പ് ബ്രേക്കിട്ട് നിർത്തുന്ന ശബ്ദം അവർ കേട്ടു. തൊട്ടടുത്ത നിമിഷം തന്നെ ഒരു അനൗൺസ്മെൻറ്റ് എല്ലാവരുടെയും കാതുകളിൽ മുഴങ്ങി. കീഴടങ്ങുന്നതാണ് നല്ലത്. രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ട, സ്ഥലം പോലീസ് വളഞ്ഞിരിക്കുന്നു. അവർ 5 പേരും പരസ്പരം നോക്കി. അപ്പോൾ 6ാമത്തെ ആളുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി വിടർന്നു. ആതിര. അവൾ എപ്പോഴോ വോക്കി ടോക്കി ചാനൽ 2-ൽ നിന്നും ചാനൽ 1-ലേക്ക് മാറ്റിയിരുന്നു. അതൊരു എമർജൻസി ചാനലായിരുന്നു. മേഡി മേഡി, കരിമല ബംഗ്ലൂർ മർഡർ, 6 സ്റ്റുഡൻസ് ട്രാപ്ഡ് എന്ന് പറഞ്ഞ് ഒരു സന്ദേശം വിട്ടിരുന്നു. ശശിചേട്ടൻ കൊടുത്ത വോക്കി ടോക്കി അവൾക്ക് രക്ഷയായി. അവർക്ക് നേരെ തോക്ക് ചൂണ്ടുപിടിച്ച ആൾ തകർന്ന് കാലമടങ്ങി നിലത്തേക്കിരുന്നു. അയാളുടെ കയ്യിൽ നിന്നും ടോർച്ച് താഴെ വീണു. തോക്ക് കയ്യിൽ നിന്നും വഴുതിപ്പോയി. ഗൗരവ് ഓടിച്ചെന്ന് തോക്കെടുത്തു. നിങ്ങളുടെ കളി കഴിഞ്ഞു, ഇനി ഞങ്ങളുടെ ഊഴം. മുകളിൽ നിന്നും പോലീസ് ശബ്ദം. മുകളിലേക്ക് കയറി വരൂ. അവർ 6 പേരും മുകളിലേക്ക് പോകുവാനായി കൽപ്പടവുകളുടെ അടുത്തേക്ക് നീങ്ങി. പക്ഷെ അയാൾ നിലത്ത് നിന്നും എഴുന്നേറ്റിരുന്നില്ല. വിവേകും കാർത്തികും അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മുകളിലേക്ക് കൊണ്ടുപോയി. 10 മിനിറ്റ് കഴിഞ്ഞ് ഇരുട്ട് മൂടിക്കിടന്ന സെല്ലാറിൽ വെളിച്ചം നിറഞ്ഞു. പോലീസുകാരും ഫോറൻസിക് വിദഗ്ധരും അവിടെ പരിശോധന നടത്തി. ക്രൈം സീൻ മഞ്ഞ ടേപ്പ് കൊണ്ട് കെട്ടി. ശശിയുടെ മൃതദേഹം സ്ട്രെച്ചറിൽ കിടത്തി ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. 6 പേരുടെ നേർക്ക് തോക്ക് ചൂണ്ടിയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൈവിലങ്ങ് വെച്ചു. അയാളുടെ പേര് രാജപ്പൻ എന്നായിരുന്നു. ആൾക്ക് വയസ്സ് 70. 1952 എസ്റ്റേറ്റ് മാനേജറുടെ മകൻ, ഇപ്പോഴുള്ള MLAയുടെ ബിനാമി. ഇൻസ്പെക്ടർ സുരേഷ് കുമാർ ഗൗരവൻ്റെ തോളിൽ തട്ടി. ഗ്രേറ്റ് മൈ ഡിയേഴ്സ്, നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ കേസ് ഒരിക്കലും തെളിയില്ലായിരുന്നു. നിങ്ങൾ കരിമലയിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ ഈ കേസ് വീണ്ടും മുന്നോട്ട് പോയേനെ. നീണ്ട 64 വർഷം. SI മാധവൻ സാറിന് ഇനി സമാധാനമായി കിടക്കാം. SI മാധവൻ സാർ? ആതിര ചോദിച്ചു. ജീവിച്ചിരിപ്പുണ്ട്. ഇൻസ്പെക്ടർ ചിരിച്ചു. 92 വയസ്സ്. കോട്ടയത്ത് തന്നെ റിട്ടയർമെൻറ്റ് ലൈഫ് ആഘോഷിക്കുന്നു എന്ന് പറയാൻ പൂർണ്ണമായും കഴിയില്ല. ഈ കേസിൻ്റെ യഥാർത്ഥ്യം സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ കഴിയാത്തത് അദ്ദേഹത്തിന് വലിയ വിഷമമായിരുന്നു. ഇന്ന് അദ്ദേഹത്തിനോട് ഞാൻ പറയും, അദ്ദേഹത്തിൻ്റെ ഫയൽ ഈ കുട്ടികൾ തുറന്നുവെന്ന്, കേസ് തെളിഞ്ഞുവെന്ന്. ഇൻസ്പെക്ടർ പറഞ്ഞു നിർത്തി. വിവേക് എവിഡൻസ് ബാഗ് പോലീസിന് കൈമാറി. ഫോട്ടോകൾ, റെക്കോർഡിങ്സ്, ശശിചേട്ടൻ്റെ ബോഡിയിൽ നിന്ന് ലഭിച്ച SI മാധവൻ്റെ കീറിയ റിപ്പോർട്ട്. അങ്കിൾ, കരിമല കേസ് ഫയലിൽ ഞങ്ങൾ 6 പേരുടെയും ഒരു ഫോട്ടോ കൂടി ചേർക്കണം. കരിമല ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ്, കേസ് ക്ലോസ്ഡ് എന്ന് ക്യാപ്ഷൻ വച്ച് ഗൗരവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇൻസ്പെക്ടർ ചിരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ ഫോൺ എടുത്തു. അവരെ 6 പേരുടെയും ചേർത്ത് നിർത്തി ഒരു ഫോട്ടോ എടുത്തു. പുറത്ത് വെളിച്ചം വീണു തുടങ്ങിയിരുന്നു. 64 വർഷമായി ഇരുട്ടിൽ കിടന്ന ബംഗ്ലാവിലേക്ക് ആദ്യമായി സൂര്യപ്രകാശം കടന്നു വന്നു. അന്ന എഡ്വാർഡിന് അവളുടെ അച്ഛനും അമ്മയ്ക്കും SI മാധവൻ സാറിനും ശശിചേട്ടനും ഒടുവിൽ നീതി ലഭിച്ചു. കേസിൻ്റെ വിവരങ്ങളറിഞ്ഞ് മീഡിയക്കാരും അങ്ങോട്ടേക്ക് വന്നു. വെള്ളച്ചാട്ടം ഇപ്പോഴും ഇരമ്പുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ അതിന് മരണത്തിൻ്റെ അല്ല, ജീവിതത്തിൻ്റെ ശബ്ദമായിരുന്നു. 2016 ഏപ്രിൽ 9 രാവിലെ 8 കരിമല ബംഗ്ലാവ്. ബംഗ്ലാവിൻ്റെ പരിസരത്തും മറ്റും മഞ്ഞ ടേപ്പുകൾ കൊണ്ട് ചുറ്റിവെച്ചിരുന്നു. അവിടെ അപ്പോൾ പോലീസ് ജീപ്പുകൾ, ഫോറൻസിക് വാൻ, മീഡിയ വാഹനങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. 64 വർഷം നിശബ്ദമായിരുന്ന ബംഗ്ലാവ് ഇപ്പോൾ കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ ക്രൈം സീനായിരുന്നു. ഗൗരവും സംഘവും ബംഗ്ലാവിൻ്റെ മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും കയ്യിൽ ചൂട് ചായ. രാത്രി മുഴുവൻ അവർ ഉറങ്ങിയിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടുമില്ല. അവർക്കറിയാവുന്ന സകല കാര്യങ്ങളെപ്പറ്റിയും മൊഴി കൊടുത്തു, വീഡിയോ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. ഇൻസ്പെക്ടർ സുരേഷ് കുമാർ ഓരോരുത്തരെയും അഭിനന്ദിച്ചു. മക്കളെ, നിങ്ങൾ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തു, അദ്ദേഹം പറഞ്ഞു. കേസ് ഞങ്ങൾ ഏറ്റെടുത്തു. പ്രതി രാജപ്പൻ കസ്റ്റഡിയിലുണ്ട്. കേസ് ചാർജ് ചെയ്തു. സെക്ഷൻ 302 ശശിയുടെ കൊലപാതകം, സെക്ഷൻ 201 തെളിവ് നശിപ്പിക്കൽ,
സെക്ഷൻ 120B ഗൂഢാലോചന. പിന്നെ 1952 കേസ് റീഓപ്പൺ ചെയ്തു. അയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കേസുകൾ. MLA വിവേക് ചോദിച്ചു. ഇപ്പോൾ പറയുന്നില്ല. ഇൻസ്പെക്ടർ കണ്ണിറുക്കി. പക്ഷേ അറസ്റ്റ് ഉടൻ ഉണ്ടാവും. രാജപ്പൻ കുറ്റസമ്മതം നടത്തിയാൽ അപ്രൂവലാക്കാം. അയാളുടെ മൊഴി മതി MLA അകത്താക്കാൻ. SI മാധവൻ സാറിനെ കാണാൻ പറ്റുമോ? വേണു ചോദിച്ചു. പറ്റും. ഇൻസ്പെക്ടർ ചിരിച്ചു. അദ്ദേഹം കോട്ടയം ഗാന്ധിനഗറിലുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിൽ. വയസ്സ് 92 ആണെങ്കിലും ഓർമ്മശക്തിക്ക് ഒരു കോട്ടവുമില്ല. നിങ്ങളെ കാണാൻ അദ്ദേഹം കാത്തിരിക്കുന്നുണ്ട്. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ 1952 ഫയൽ 6 കുട്ടികൾ തുറന്നുവെന്ന് അത് കേട്ട നിമിഷം അദ്ദേഹം കരഞ്ഞുപോയി. അദ്ദേഹം നിങ്ങളെ കാണുവാനായി കാത്തിരിക്കുന്നുണ്ട്, ഇൻസ്പെക്ടർ പറഞ്ഞു നിർത്തി. കേസിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയി. ഉച്ചയ്ക്ക് 12 കോട്ടയം ഗാന്ധിനഗർ. ഒരു പഴയ ഓടിട്ട വീട്. മുറ്റത്ത് പാരിജാത ചെടികൾ പൂവിട്ട് നിൽക്കുന്നു. വരാന്തയിൽ ഒരു ചാരു കസാരയിൽ SI മാധവൻ ചാരിയിരിക്കുന്നുണ്ടായിരുന്നു. മുടി മുഴുവനും നരച്ചു. പക്ഷേ കണ്ണുകൾ, ആ കണ്ണുകൾക്ക് ഇപ്പോഴും ഒരു പോലീസുകാരൻ്റെ തീക്ഷ്ണതയുണ്ടായിരുന്നു. ആരോ വന്നതറിഞ്ഞതും അദ്ദേഹം മെല്ലെ കണ്ണുകൾ തുറന്നു. 6 പേരും വരാന്തയിൽ നിരന്നു നിന്നു. ഗൗരവ് മുന്നോട്ട് വന്ന് സല്യൂട്ട് അടിച്ചു. സാർ, ഞങ്ങളാണ് ആ +2 സ്റ്റുഡൻസ്, കരിമല ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ്. മാധവൻ സാറിൻ്റെ കണ്ണു നിറഞ്ഞു. അദ്ദേഹം എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ഗൗരവ് അദ്ദേഹത്തെ താങ്ങി. വേണ്ട മോനെ, എൻ്റെ കാലത്ത് സല്യൂട്ട് അടിക്കാൻ ആളില്ലായിരുന്നു. അദ്ദേഹം വീണ്ടും ചാരുകസാരയിലേക്ക് ഇരുന്നു. ഒരു പഴയ ഫയലിൻ്റെ ഒറിജിനൽ കോപ്പി SI മാധവൻ്റെ മടിയിലുണ്ടായിരുന്നു. കേസ് നമ്പർ 72/52. അതിൻ്റെ പുറത്ത് വലിയ അക്ഷരത്തിൽ എഴുതിയിരുന്നു. 64 വർഷം അദ്ദേഹം ഫയൽ തലോടി. 64 വർഷം ഞാനിത് സൂക്ഷിച്ചു. ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു ഇത് കത്തിക്കാൻ. പക്ഷേ ഞാൻ കത്തിച്ചില്ല. എനിക്കറിയാമായിരുന്നു ഒരു ദിവസം ആരെങ്കിലും സത്യം തേടി വരുമെന്ന്. സാർ, വിവേക് മുട്ടുകുത്തിയിരുന്നു. 1952 ജൂലൈ 14 രാത്രി എന്താ സംഭവിച്ചത്? മാധവൻ സാർ തൻ്റെ കണ്ണടച്ചു. 64 വർഷം പിന്നോട്ട് പോയി. അദ്ദേഹത്തിന് 28 വയസ്സുള്ള ആ പഴയ സബ് ഇൻസ്പെക്ടറായി. തൻ്റെ ആദ്യത്തെ കൊലക്കേസ്. അദ്ദേഹം അന്നത്തെ സംഭവങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങി. 1952 ജൂലൈ 15 രാവിലെ 6 മണിക്ക് കരിമല എസ്റ്റേറ്റ്. മഴ, തോരാത്ത മഴ. ഞാൻ ജീപ്പിൽ ഗ്രാമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു വയർലെസ് മെസ്സേജ് ലഭിച്ചത്. ട്രൈബൽ ഹോമിസൈഡ് അറ്റ് കരിമല ബംഗ്ലോ. പ്രൊസീഡ് ഇമ്മീഡിയറ്റ്ലി. ഞാൻ കരിമല ബംഗ്ലാവിലേക്ക് തിരിച്ചു. ബംഗ്ലാവിലെത്തുമ്പോൾ നാട്ടുകാർ കൂടി നിൽക്കുന്നു. തോട്ടം തൊഴിലാളികളുടെ മുഖത്ത് ഭയമുണ്ടായിരുന്നു. അകത്ത് ഹാൾ നിറയെ ചോര തളം കെട്ടി നിന്നിരുന്നു. ചുമരിൽ തറയിൽ നിറയെ ചോരമയം. 3 ഡെഡ് ബോഡി ആ ബംഗ്ലാവിൻ്റെ ഹാളിലുണ്ടായിരുന്നു. തോമസ് എഡ്വേർഡ് നിലത്ത് വെടിയേറ്റ നിലയിൽ കിടക്കുന്നുണ്ടായിരുന്നു. കയ്യിലൊരു റിവോൾവർ പിടിച്ച നിലയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ബോഡി കിടന്നത്. നെഞ്ചിലും പുറകിലും ബുള്ളറ്റ് തറച്ച പാടുകൾ. എലിസബത്ത് എഡ്വേർഡ്. എലിസബത്തിൻ്റെ ശരീരം സോഫയിൽ കിടക്കുന്ന നിലയിലായിരുന്നു. തറയിൽ ബുള്ളറ്റ് തറച്ച പാട്. കയ്യിൽ ഡിഫൻസീവ് വൂണ്ട് കാണപ്പെട്ടു. 3 അന്ന എഡ്വേർഡ്, 10 വയസ്സ്. ഹാളിൻ്റെ ഏറ്റവും അറ്റത്തെ മൂലയിലായിരുന്നു അവളുടെ ശരീരം കിടന്നത്. നെറ്റിയിൽ വെടികൊണ്ട പാട്. അവളുടെ തൊട്ടരികിൽ ചോരയിൽ മുങ്ങി ഒരു പാവക്കുട്ടി കിടപ്പുണ്ടായിരുന്നു. ഫോട്ടോഗ്രാഫറൊക്കെ വന്ന് ക്രൈം സീൻ ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോയി. ഫോറൻസിക് വിദഗ്ധർ വന്ന് തെളിവുകൾ ശേഖരിച്ചു. ആ ക്രൈം സീൻ കാണുമ്പോൾ ആദ്യം നമുക്ക് തോന്നുന്നത് തോമസ് എഡ്വേർഡ് തൻ്റെ ഭാര്യയെയും മക്കളെയും കൊന്നിട്ട് ആത്മഹത്യ ചെയ്തു എന്നാണ്. പക്ഷേ അതങ്ങനെയായിരുന്നില്ല. ഞാൻ പിന്നീട് ഫോറൻസിക് വിദഗ്ധനായ ഡോക്ടറെ സമീപിച്ചു. സാർ, ഇത് സൂയിസൈഡ് അല്ല എന്ന് ഉറപ്പാണ്. തോമസിൻ്റെ ശരീരത്തിന് 2 വെടിയുണ്ടകൾ തറച്ചിരുന്നു. അത് രണ്ടും 2 തോക്കിൽ നിന്നുമാണ്. പിന്നെ ആത്മഹത്യ ചെയ്യുന്ന ഒരാൾ പുറകിൽ നിന്നും എങ്ങനെ സ്വയം വെടിവെക്കും? ഡോക്ടർ പറഞ്ഞു. ഞാൻ മണ്ണിൽ പതിഞ്ഞ കാൽപ്പാടുകൾ നോക്കി. 11 ഇഞ്ച് അളവ് വരുന്ന ഒരു ഷൂവിൻ്റെ പാട് കണ്ടുകിട്ടി. പക്ഷേ തോമസിൻ്റെ ഷൂ സൈസ് 8 ഇഞ്ചായിരുന്നു. സാക്ഷി കുഞ്ഞുകുട്ടൻ, 45 വയസ്സ്. അയാൾ വിറച്ചുകൊണ്ട് പറഞ്ഞു, സാറേ, രാത്രി 3 മണിക്ക് ജീപ്പ് വന്നു. കോട്ടയത്ത് നിന്നായിരുന്നു എന്നെനിക്ക് ഉറപ്പാണ്. നമ്പർ പ്ലേറ്റ് മറച്ചിരുന്നു. ജീപ്പിൽ നിന്നും എത്ര പേർ ഇറങ്ങിയെന്ന് എനിക്കറിയില്ല. അത് എത്ര പേരുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. ഒരാൾക്ക് തൊപ്പിയുണ്ടായിരുന്നു. വന്നത് എത്ര പേരായാലും ബംഗ്ലാവിൻ്റെ ഉള്ളിലേക്ക് ഒരാൾ മാത്രമേ കയറിയുള്ളൂ. അയാൾ അകത്ത് കയറി ഏകദേശം 2 മണിക്കൂർ ചെലവിട്ടു. 4 തവണ വെടിശബ്ദം മുഴങ്ങി. പിന്നെ അകത്തേക്ക് കയറിയ ആൾ ഇറങ്ങി ജീപ്പിൽ കയറി. ജീപ്പ് പോകുമ്പോൾ ഞാൻ നോക്കി. അപ്പോൾ നമ്പർ പ്ലേറ്റ് വ്യക്തമായിരുന്നു. KLT 1952. സാറേ, കൂട്ടത്തിലൊരു കുട്ടിയുണ്ടായിരുന്നു. KLT 1952 കോട്ടയത്ത് അസംബ്ലി ചെയ്തത്. MLAയുടെ ഔദ്യോഗിക വാഹനം. ഞാൻ റിപ്പോർട്ട് എഴുതി. മൾട്ടിപ്പിൾ ഷൂട്ട്സ്. MLAയുടെ വാഹനം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പലതും ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ എഴുതി. ഞാൻ SP-ക്ക് റിപ്പോർട്ട് കൊടുത്തു. അതിനുശേഷം SP എന്നെ വിളിച്ചു. മാധവ, നീ പുതിയ പയ്യനല്ലേ, കല്യാണം കഴിഞ്ഞിട്ടില്ല, പ്രായവും കുറവാണ്, നിനക്ക് ജീവിക്കണ്ടേ? ഫയൽ ക്ലോസ് ചെയ്യ്. മർഡർ, സൂയിസൈഡ് എന്ന് ഫയലിൽ എഴുത്. എസ്റ്റേറ്റ് ലേലം ചെയ്യണം. ഡെവലപ്മെൻ്റ് അല്ലേ, നാടിൻ്റെ നന്മ. സാറ് പക്ഷേ ഇല്ല, ഇതെൻ്റെ ഓർഡറാണ്.
ഒബേ വാട്ട് ഐ സെഡ്, ഇല്ലെങ്കിൽ സസ്പെൻഷൻ, അല്ലെങ്കിൽ നിന്റെ വീട്ടിലേക്ക് ആ ജീപ്പ് വരും. തോമസ് സാഹിബിൻ്റെ അവസ്ഥ നിനക്കും വരും. SP ഭീഷണിയുടെ സ്വരം മുഴക്കി. ഞാൻ ആ ഫയൽ ക്ലോസ് ചെയ്തു. പക്ഷെ ഒറിജിനൽ കോപ്പി ഒളിപ്പിച്ചു വച്ചിരുന്നു എൻ്റെ വീട്ടിലെ തറയിലെ രഹസ്യ അറയിൽ. അന്ന് രാത്രി കുഞ്ഞിക്കുട്ടനെ കാണാതെയായി. പിറ്റേന്ന് തോട്ടത്തിലെ കിണറ്റിൽ ഡെഡ് ബോഡി കണ്ടെടുത്തു. കാൽ വഴുതി വീണു എന്ന് റിപ്പോർട്ട് എഴുതേണ്ടി വന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, സത്യം പറഞ്ഞാൽ മരണം ഉറപ്പാണെന്ന്. ഞാൻ മിണ്ടാതെയിരുന്നു. 36 വർഷം സർവീസ്, അതിനുശേഷം പിന്നീട് റിട്ടയർമെൻറ്റ്. പക്ഷെ എല്ലാ രാത്രിയും അന്നയുടെ മുഖം സ്വപ്നത്തിൽ വരും. അങ്കിൾ സേവ് മീ എന്ന് പറയുന്ന പോലെ എനിക്ക് അനുഭവപ്പെടും. മാധവൻ സാറ് കണ്ണു തുറന്നു. അദ്ദേഹത്തിൻ്റെ കവിളിൽ നനവ് പടർന്നിരുന്നു. ഞാൻ ഭീരുവായിരുന്നു മക്കളെ. നീതിക്ക് വേണ്ടി നിൽക്കാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു. നിങ്ങൾ 17 വയസ്സിൽ, ഞാൻ 28 കാണിക്കാത്ത ധൈര്യം കാണിച്ചു. ഗൗരവ് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചു. സാർ, തെറ്റ് നിങ്ങളുടേതല്ല, നമ്മുടെ നിയമത്തിൻ്റേതാണ്. ഇപ്പോൾ സിസ്റ്റം മാറി. ഇപ്പോൾ ഞങ്ങളുണ്ട്. നിങ്ങളുടെ ഫയൽ ഇനി ക്ലോസ് അല്ല, ഓപ്പണാണ്. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും. MLA, മാധവൻ സാർ പറഞ്ഞു. ഇപ്പോൾ MLAയുടെ അച്ഛൻ അന്നത്തെ MLA PK കേശവ്. അയാൾക്ക് എസ്റ്റേറ്റ് വേണമായിരുന്നു. സായിപ്പ് കൊടുത്തില്ല. അതുകൊണ്ട് അയാൾ കുടുംബത്തോടെ തീർത്തു. എൻ്റെ SPക്ക് അയാളന്ന് 50,000 അയാൾ കൊടുത്തിരുന്നു. അന്ന് 50,000 എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 5 കോടി. വിവേകെല്ലാം നോട്ട് ചെയ്തു. സാർ ഈ മൊഴി റെക്കോർഡ് ചെയ്തോട്ടെ? ചെയ്യും മോനെ. മാധവൻ സാർ ചിരിച്ചു. 64 വർഷത്തിന് ശേഷം മനസ്സറിഞ്ഞുള്ള ആദ്യത്തെ ചിരി. 92-ാം വയസ്സിൽ ജയിലിൽ പോയാലും സാരമില്ല, പക്ഷെ ഞാൻ പോകില്ല. പ്രതികളാണ് ജയിലിൽ പോകേണ്ടത്. പ്രതി കേശവ് മരിച്ചു. അയാളുടെ മകൻ തികഞ്ഞൊരു ദ്രോഹി. എസ്റ്റേറ്റ് ഇപ്പോൾ റിസോർട്ടാക്കാൻ പോവുകയാണ് അയാൾ. ബിനാമി പേരിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ കൊടും കുറ്റവാളി. 302 മാത്രമല്ല, 420, 120B എല്ലാം ചുമത്താം. 2016 ഏപ്രിൽ 15 കോട്ടയം ജില്ലാ കോടതി. കോടതി നിറഞ്ഞു. വാർത്താ ചാനലുകളെല്ലാം മുറ്റം കൊണ്ട് നിറഞ്ഞു. വാർത്തകളിൽ അവർ നിറഞ്ഞു നിന്നു. 17 വയസ്സുള്ള കുട്ടികൾ 64 വർഷത്തെ ഒരു മർഡർ കേസ് അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന ഹെഡ്ലൈൻ എല്ലാ വാർത്താ ചാനലുകളിലും പ്രത്യക്ഷപ്പെട്ടു. പ്രതിക്കൂട്ടിൽ 2 പേർ നിൽക്കുന്നുണ്ടായിരുന്നു. ഒന്ന് രാജപ്പൻ, 70 വയസ്സ്, എസ്റ്റേറ്റ് മാനേജർ. അയാൾക്കെതിരെ IPC 302, IPC 201, IPC 120B എന്നീ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. MLA PK രാജേഷ് പിള്ള, 75 വയസ്സ്, മുൻ MLA കേശവിൻ്റെ മകൻ. അയാൾക്കെതിരെ IPC 120B, IPC 420, PCA എന്നീ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. സാക്ഷിക്കൂട്ടിൽ SI മാധവൻ, 92 വയസ്സ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉറച്ച ശബ്ദം അവിടെ മുഴങ്ങി. ബഹുമാനപ്പെട്ട കോടതി, ഞാൻ 1952 വിശദമായ റിപ്പോർട്ട് എഴുതിയിരുന്നു. അന്നെൻ്റെ SP അത് കീറിക്കളഞ്ഞു. ഇതാണ് ഒറിജിനൽ. അദ്ദേഹം ഫയൽ കോടതി മുമ്പാകെ സമർപ്പിച്ചു. രണ്ടാമത്തെ സാക്ഷി ഗൗരവ്. സാർ, ഞങ്ങൾ കരിമലയിൽ പോയത് ഒരു വിനോദയാത്ര എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. പിന്നീട് ഞങ്ങൾ കരിമലയിലെ കേസിനെ കുറിച്ച് എൻ്റെ സുഹൃത്തിൻ്റെ പിതാവ് വഴി അറിഞ്ഞു. ശേഷം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ ആഗ്രഹം വന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇത്രയും പ്രായമേ ഉണ്ടായിരുന്നതിനാൽ ഞങ്ങളുടെ മാതാപിതാക്കൾ അതിന് സമ്മതിച്ചില്ല. ശേഷം ഒരു വിനോദയാത്ര മാത്രമാണെന്ന് വീട്ടുകാരെ പറഞ്ഞു ധരിപ്പിച്ചു. അങ്ങനെ എൻ്റെ സുഹൃത്തിൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായ ശശിചേട്ടനെ ഞങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിച്ചു. ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടതു മുതൽ അദ്ദേഹം ആകെ പേടിച്ച നിലയിലായിരുന്നു. അദ്ദേഹം ആകെ ക്ഷീണിതനുമായിരുന്നു. അദ്ദേഹം ഞങ്ങളെ കൂട്ടി കേശവൻ എന്ന് പറയുന്ന ഒരാളുടെ ചായക്കടയിലേക്ക് പോയിരുന്നു. അയാളും ശശിചേട്ടനും തമ്മിൽ എന്തൊക്കെയോ സംസാരമുണ്ടായി. ഒരുപക്ഷെ അയാൾക്കും ഈ കേസിൽ പങ്ക് കാണും സാർ. ഞങ്ങൾ ചായക്കടയിൽ നിന്നും ഇറങ്ങിയ ശേഷം ഒരു സ്ഥലമെത്തിയപ്പോൾ അദ്ദേഹം ഞങ്ങളെ അവിടെ നിർത്തിയിട്ട് ഇവിടെ നിന്നും രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞ് ഓടിപ്പോയി. കുറച്ച് സമയങ്ങൾ കഴിഞ്ഞതും ഒരു അലർച്ച കേട്ട് പിന്തുടർന്നെത്തിയ ഞങ്ങൾ പിന്നീട് കണ്ടത് ശശിചേട്ടൻ്റെ മൃതദേഹമായിരുന്നു. ഈ നിൽക്കുന്ന പ്രതി രാജപ്പൻ ഞങ്ങളെ കൊല്ലാൻ ശ്രമിച്ചു. ചായക്കടക്കാരൻ വിളിച്ചു പറഞ്ഞിട്ടാണ് പ്രതി രാജപ്പൻ ഞങ്ങളെ പിന്തുടർന്ന് വന്നതെന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു. കിട്ടിയ തെളിവുകളുമെല്ലാം ഞങ്ങൾ റെക്കോർഡ് ചെയ്തു വച്ചിട്ടുണ്ട് സാർ. അതെല്ലാം പോലീസിന് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു കോൺസ്റ്റബിൾ കോടതി മുമ്പാകെ ഒരു പെൻഡ്രൈവ് കൈമാറി. കോടതിയിൽ പ്ലേ ചെയ്തു. അപ്പനത് ചെയ്തു. അപ്പനും 2 പേരും 4 ബുള്ളറ്റ്. അവരുടെ കഥ കഴിഞ്ഞു. രാജപ്പൻ്റെ ശബ്ദമായിരുന്നു അത്. പ്രതിഭാഗം വക്കീൽ എഴുന്നേറ്റു. യുവർ ഓണർ, ഈ റെക്കോർഡിങ്സ് നിയമവിരുദ്ധമാണ്. ഒരാളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യമാണ്. കൊലപാതക കുറ്റസമ്മതത്തിന് പ്രൈവസി റൂൾസ് ഇല്ല. ഓൾ റൂൾഡ്. ബഹുമാനപ്പെട്ട ജഡ്ജിയുടെ ശബ്ദം കോടതി മുറിയിൽ മുഴങ്ങി. കോടതി സമയം കഴിയുന്നതുവരെ വാദം തുടർന്നു. ഈ കേസിൻ്റെ വിധി 2016 ഒക്ടോബർ 10 കോടതി പിരിച്ചുവിട്ടിരിക്കുന്നു. ജഡ്ജി തൻ്റെ കസാരയിൽ നിന്നും എഴുന്നേറ്റു. 6 മാസത്തിന് ശേഷം 2016 ഒക്ടോബർ 10 കേസിൻ്റെ വിധി വന്നു. ശശിയുടെ കൊലപാതകത്തിനും മറ്റ് അഴിമതികൾക്കും രാജപ്പന് ഇരട്ട ജീവപര്യന്തവും 50 ലക്ഷം രൂപ പിഴയും ശിക്ഷ ലഭിച്ചു. MLA രാജേഷ് പിള്ളയ്ക്ക് അഴിമതി, തെളിവ് നശിപ്പിക്കൽ, ബിനാമി ഇടപാട്, അഴിമതികൾ, ഗൂഢാലോചന അങ്ങനെയുള്ള കുറ്റങ്ങൾക്കായി 5 കോടി രൂപ പിഴയും
10 വർഷത്തെ കഠിന തടവും ലഭിച്ചു. MLA സ്ഥാനം നഷ്ടമായി. എസ്റ്റേറ്റും ഭൂമിയും സർക്കാർ ഏറ്റെടുത്തു. ഡിപ്പാർട്ട്മെന്റൽ ഹീറോ SI മാധവനെ കോടതി എഴുന്നേറ്റ് നിന്ന് അഭിവാദ്യം ചെയ്തു. ഫോറസ്റ്റ് ജോലിക്കാരനായ ശശിച്ചേട്ടന് മരണാനന്തര ബഹുമതി ലഭിച്ചു. പ്രതികളിൽ നിന്നും പിരിക്കുന്ന പിഴത്തുകയിൽ നിന്നും ഒരു ഭാഗം കുടുംബത്തിന് ലഭിക്കും. കൂടാതെ മറ്റ് സഹായങ്ങളും സർക്കാർ ചെയ്തു കൊടുക്കും. ബാക്കി വരുന്ന പിഴത്തുക വിവിധതരം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കും. 2016 ഒക്ടോബർ 15 കരിമല. കരിമലയിലെ ആ നിഗൂഢ ബംഗ്ലാവ് പൊളിച്ചു നീക്കിയിരുന്നു. പകരം അവിടെ ഒരു സ്മാരകം ഉയർന്നു വന്നു. അന്ന എഡ്വേർഡ് മെമ്മോറിയൽ. 10 വയസ്സിൽ നീതി നിഷേധിക്കപ്പെട്ടവൾക്ക് 74 വയസ്സിൽ നീതി. 6 പേരും സ്മാരകത്തിൻ്റെ മുന്നിൽ കയ്യിൽ പൂക്കളുമായി നിന്നു. അവൾക്ക് സമാധാനം കിട്ടിക്കാണും, വേണി പറഞ്ഞു. അവളുടെ കയ്യിൽ പുതിയ കറുത്ത നൂലുണ്ടായിരുന്നു. കേശവൻ ചേട്ടൻ കെട്ടിത്തന്നത്. കേശവൻ സത്യത്തിൽ പ്രതിയോ അല്ലെങ്കിൽ ഒരു ചാരനോ ആയിരുന്നില്ല. അന്ന് അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു അയാൾ അങ്ങനെയൊക്കെ അവിടെ കാട്ടിക്കൂട്ടിയത്. അബദ്ധവശാലായിരുന്നു കേശവൻ MLAയുടെ കാതിൽ പതിച്ചത്. നമുക്ക് സമാധാനം ലഭിച്ചല്ലോ, ഗൗരവ് പറഞ്ഞു. അവർ തിരിഞ്ഞു നടന്നു. വെള്ളച്ചാട്ടം ഇപ്പോഴും ഇരമ്പുന്നു. പക്ഷെ ഇത്തവണ അതിൽ ഭയമില്ല, സന്തോഷം മാത്രം. ദൂരെ കുന്നിൻമുകളിൽ സ്മാരകത്തിൻ്റെ പിന്നിൽ ഒരു ചെറിയ വെളിച്ചം. 2017 ഏപ്രിൽ 8 വെള്ളിയാഴ്ച കരിമലയിലെ അന്ന എഡ്വേർഡ് മെമ്മോറിയൽ. കൃത്യം 1 വർഷം. 2016 6+2 വിദ്യാർത്ഥികൾ ഭയത്തോടെ കയറിയ കാട് ഇന്നൊരു തീർത്ഥാടന കേന്ദ്രം പോലെയാണ്. പക്ഷേ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയല്ല, നീതി തേടുന്നവർക്ക് വേണ്ടി. മെമ്മോറിയലിൻ്റെ മുന്നിൽ ഒരു ചെറിയ ജനക്കൂട്ടം. വേദിയിൽ 6 പേർ. ഒരുപാട് മാറിയ 6 പേർ. 17 നിന്നും 18ലേക്ക്. കുട്ടികളിൽ നിന്നും ചെറുപ്പക്കാരിലേക്ക്. ഗൗരവ് മൈക്കെടുത്തു. അവൻ NDA യൂണിഫോം അണിഞ്ഞിരുന്നു. പൂനെ ഡിഫൻസ് അക്കാദമിയിൽ 1-ാം വർഷമായിരുന്നു അവൻ. 1 വർഷം മുമ്പ് ഇതേ ദിവസം ഞാനിവിടെ വന്നു. പേടിയോടെ, നിറഞ്ഞ സംശയത്തോടെ. പക്ഷെ ഇന്ന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് നിറഞ്ഞ അഭിമാനത്തോടെയാണ്. കാരണം ഈ മണ്ണ് ഞങ്ങളെ പലതും പഠിപ്പിച്ചു. സത്യത്തിന് പ്രായമില്ല, നീതിക്ക് കാലാവധിയുമില്ല. കാണികളുടെ കയ്യടി അവരുടെ മനസ്സിനെ നിറച്ചു. മുൻനിരയിൽ ഒരു മേശമേലായി SI മാധവൻ സാറിൻ്റെ ഫോട്ടോ മാലയിട്ട് വച്ചിട്ടുണ്ടായിരുന്നു. 3 മാസം മുമ്പ് 2017 ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ അദ്ദേഹം ഈ ലോകത്തോട് തൻ്റെ 93-ാം വയസ്സിൽ സമാധാനമായി വിട പറഞ്ഞു. ഫയല് ക്ലോസ് ചെയ്തു മക്കളെ. അന്നാമോൾക്ക് നീതി കിട്ടി. ഇനി ഞാൻ ഉറങ്ങട്ടെ. അതായിരുന്നു അവസാനമായി മരണക്കിടക്കയിൽ കിടന്ന് അദ്ദേഹം പറഞ്ഞത്. ഗൗരവ് തുടർന്നു. മാധവൻ സാറിൻ്റെ ആഗ്രഹം പോലെ കരിമല ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് ഇനിയൊരു NGO ആണ്. KIU ഫൗണ്ടേഷൻ. ക്ലോസ്ഡായ, അട്ടിമറിക്കപ്പെട്ട സാധാരണക്കാർക്ക് നീതി കിട്ടാത്ത കേസുകൾ റീഓപ്പൺ ചെയ്യാൻ സഹായിക്കുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം. പോലീസിനെ സഹായിക്കുകയല്ല, പോലീസിനോടൊപ്പമാണ്. അടുത്തത് വിവേക്. അവൻ ബാംഗ്ലൂരിൽ നാഷണൽ ലോ കോളേജ് 1-ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു. അവൻ കയ്യിലൊരു ഫയൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 6 മാസം കൊണ്ട് ഞങ്ങൾ 3 കേസുകൾ എടുത്തു. ഒന്ന് 1987 കുമരകം കസ്റ്റഡി മരണം. കേസിൻ്റെ തെളിവുകളെല്ലാം ശേഖരിച്ചു. ഹൈക്കോടതിയിൽ കേസിൻ്റെ വാദം നടക്കുകയാണ്. 2 2001 പാലാ കോൺവെന്റ് മോഷണം. യഥാർത്ഥ പ്രതിയെ കണ്ടെത്തി. 3 1995 തിരുവല്ല ബസ് അപകടം. അപകടത്തിൻ്റെ കാരണം ഡ്രൈവറിൻ്റെ അശ്രദ്ധയല്ല, ബ്രേക്ക് ഫെയിലിയർ ആയിരുന്നു. അതിൻ്റെ കേസ് നടക്കുന്നു. ഞങ്ങൾ പോലീസല്ല, വിവേക് കൂട്ടിച്ചേർത്തു. വിവരാവകാശം, പഴയ പത്രങ്ങൾ, RTI, പബ്ലിക് റെക്കോർഡ്സ്. സത്യം എപ്പോഴും എവിടെയെങ്കിലും എഴുതി വച്ചിട്ടുണ്ടാകും. കണ്ടെത്തണം എന്നേ ഉള്ളൂ. ഡാനി എഴുന്നേറ്റു. അവനിപ്പോൾ മദ്രാസിലെ IIT കമ്പ്യൂട്ടർ സയൻസ് 1-ാം വർഷ വിദ്യാർത്ഥിയാണ്. അവൻ തൻ്റെ ലാപ്ടോപ്പ് തുറന്നു. സ്ക്രീനിൽ ഒരു വെബ്സൈറ്റ് തെളിഞ്ഞു വന്നു. ഇത് ഞങ്ങളുടെ ഡേറ്റാബേസാണ്. 1947 മുതൽ കേരളത്തിലെ അൺസോൾവഡ് കേസുകൾ 3204 ആർക്കും ഇതുപോലെ തെളിയിക്കപ്പെടാത്ത കേസുകളുടെ വിവരങ്ങൾ സംഭാവന ചെയ്യാം. സത്യം ജയിക്കാൻ ഒരു ടീം വർക്ക് ആവശ്യമാണ്. കാർത്തിക് ഇപ്പോൾ MBBS 1-ാം വർഷ വിദ്യാർത്ഥിയാണ്. അവൻ മംഗലാപുരത്താണ് പഠിക്കുന്നത്. ഞാനെന്തിനാ മെഡിസിൻ എടുത്തതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. അതിൻ്റെ കാരണം 1952 ഫയലിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായിരുന്നു. ഒരു ഡോക്ടറില്ല എന്ന് പറഞ്ഞാൽ സത്യം അവിടെ മരിക്കും. ഇനി അങ്ങനെ ഉണ്ടാകരുത്. ഫോറൻസിക് മെഡിക്കലാണ് എൻ്റെ സ്പെഷ്യലൈസേഷൻ. KIUവിൻ്റെ മെഡിക്കൽ വിങ് ഞാനാകും. വേണി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ജേർണലിസം പഠിക്കുന്നു. ഞാൻ ജേർണലിസം തിരഞ്ഞെടുത്തതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. അതിൻ്റെ കാരണം 1952 ഒരു പത്രവും ഈ വാർത്ത കൊടുത്തില്ല. എല്ലാവരും മിണ്ടാതിരുന്നു. രാഷ്ട്രീയത്തിൻ്റെ പവർ മൂലമുള്ള പേടി. ഇനി അങ്ങനെ ഉണ്ടാകരുത്. KIU കണ്ടെത്തുന്ന സത്യം ലോകമറിയണം. ഒടുവിൽ ആതിര. അവൾ മാത്രം കോട്ടയത്ത് MG യൂണിവേഴ്സിറ്റിയിൽ. അവളുടെ വിഷയം ഹിസ്റ്ററി ആയിരുന്നു. ഞാൻ ഹിസ്റ്ററി തിരഞ്ഞെടുത്തതിന് കാരണം കരിമലയിലെ കേസ് തന്നെയാണ്. ചരിത്രം വെറും രാജാക്കന്മാരുടെ കഥയല്ല. അന്ന എഡ്വേർഡ്സിനെ പോലെയുള്ള 10 വയസ്സുകാരികളുടെ കൂടി കഥയാണ്. SI മാധവൻ സാറിനെ പോലെ നീതിക്ക് വേണ്ടി 64 വർഷം കാത്തിരുന്നവരുടെ കഥയാണ്. ശശിച്ചേട്ടനെ പോലെ കടമ നിർവഹിച്ച് മരിച്ചവരുടെ കഥയാണ്. ഞാൻ KIUവിൻ്റെ
ആർക്കൈവ്സ് നോക്കുന്നു, ഓരോ കേസും രേഖപ്പെടുത്തുന്നു. ഇനി ഒരു അന്നയും മറക്കപ്പെടരുത്. ഈ സമയം കാണികളിലിരുന്ന ഒരു 80 വയസ്സ് പ്രായം വരുന്ന വൃദ്ധൻ എഴുന്നേറ്റു. വിറയ്ക്കുന്ന കൈകളോടെ അദ്ദേഹം മൈക്ക് പിടിച്ചു. മക്കളെ, എൻ്റെ പേര് ദാമോദരൻ. കുഞ്ഞുകുട്ടൻ്റെ മോനാണ്. 1952 എൻ്റെ അപ്പൻ ആ കിണറ്റിൽ കാൽ വഴുതി വീണു എന്ന് പോലീസ് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്കറിയായിരുന്നു അപ്പനെ കൊന്നതാണ്. സായിപ്പിൻ്റെ കേസിൽ സാക്ഷി പറഞ്ഞതിന് 64 വർഷം ഞങ്ങൾ മിണ്ടാതെയിരുന്നു. പേടിച്ചിട്ടാണ്. ഇന്ന് എൻ്റെ അപ്പന് നീതി കിട്ടി. നിങ്ങളാണ് തന്നത്. അയാൾ കുനിഞ്ഞ് ഗൗരവിൻ്റെ കാൽ തൊടാനായി വന്നു. ഗൗരവ് പെട്ടെന്ന് അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അങ്കിൾ, വേണ്ട. ഞങ്ങൾ നിങ്ങളുടെ കാലാണ് തൊടേണ്ടത്. കാരണം നിങ്ങൾ 64 വർഷം മിണ്ടാതെ ആ വേദന ചുമന്നു. ചടങ്ങ് കഴിഞ്ഞ 6 പേരും മെമ്മോറിയലിൻ്റെ പിന്നിലേക്ക് നടന്നു. പഴയ ബംഗ്ലാവ് നിന്ന സ്ഥലം ഇപ്പോൾ അവിടെ ഒരു ചെറിയ പാർക്ക്. നടുവിലൊരു പാരിജാതം പൂത്തു നിന്നിരുന്നു. മരിക്കുന്നതിന് മുമ്പ് SI മാധവൻ സാർ നട്ടത്. പാരിജാതത്തിൻ്റെ കുറച്ചപ്പുറമായി ഒരു സിമൻറ്റ് ബെഞ്ച് സ്ഥാപിച്ചിരുന്നു. അതിൻ്റെ മുന്നിലായി സ്ഥാപിച്ചിരുന്ന ഫലകത്തിൽ SI സാർ മാധവൻ മെമ്മോറിയൽ ബ്രാഞ്ച് എന്നെഴുതിയിരുന്നു. അവർ 6 പേരും ബെഞ്ചിലിരുന്നു. 1 വർഷം മുമ്പ് ഇവിടെ നിൽക്കുമ്പോൾ ഉണ്ടായിരുന്ന പേടി ഇപ്പോൾ ഇല്ല. പകരം ഒരു ഭാരം, ഉത്തരവാദിത്തത്തിൻ്റെ വലിയ ഭാരം. ശശിചേട്ടൻ്റെ വീട്ടിൽ പോയിരുന്നോ? വേണി ചോദിച്ചു. പോയി, ഗൗരവ് പറഞ്ഞു. ചേച്ചിക്കും 2 മക്കൾക്കും അനുവദിച്ച തുക ലഭിച്ചു. മൂത്ത മോന് ഫോറസ്റ്റ് ഗാർഡായി ജോലി ലഭിച്ചു. അച്ഛൻ്റെ യൂണിഫോം ഞാനിടും, പക്ഷെ അച്ഛനെപ്പോലെ പേടിച്ചോടില്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. രാജപ്പനോ? കാർത്തിക് ചോദിച്ചു. MLAക്കെതിരെ ശക്തമായി മൊഴി കൊടുത്തതുകൊണ്ട് അയാൾ അപ്രൂവറായി. ശിക്ഷയിൽ ഇളവ് ലഭിച്ചു. ഇപ്പോൾ ജയിലിൽ പ്രാർത്ഥനയും കാര്യങ്ങളുമൊക്കെയായി ജീവിക്കുന്നു. MLA? ഡാനി ചോദിച്ചു. കണ്ണൂർ സെൻട്രൽ ജയിൽ, ആതിര പറഞ്ഞു. എസ്റ്റേറ്റ് മുഴുവനും സർക്കാർ ഏറ്റെടുത്തു. അന്ന മെമ്മോറിയൽ എക്കോ പാർക്ക്, അതിൻ്റെ വരുമാനം അന്നയുടെ പേരിലുള്ള ട്രസ്റ്റിലേക്ക് പോകും. ആ ഫണ്ട് പാവപ്പെട്ട കുട്ടികളുടെ പഠനത്തിനായി വിനിയോഗിക്കും. കുറച്ചു നേരം അവിടെ നിശബ്ദത തളം കെട്ടി നിന്നു. കാടിൻ്റെ ശബ്ദം മാത്രം അവിടെ മുഴങ്ങി. പക്ഷെ ഇത്തവണ അതവരെ ഭയപ്പെടുത്തിയില്ല. നമ്മളടുത്തത് എന്തു ചെയ്യും? വേണി ചോദിച്ചു. ഗൗരവ് ബെഞ്ചിൽ നിന്നും എഴുന്നേറ്റു. NDA യൂണിഫോമിൽ സൂര്യപ്രകാശം വീണ് തിളങ്ങി. നമ്മൾ പഠിക്കും, വളരും. പിന്നെ ഈ രാജ്യത്ത് ഒരു അന്നയും കൂടി നീതി നിഷേധിക്കപ്പെട്ട് മരിക്കരുത് എന്ന് ഉറപ്പുവരുത്തും. അവർ അവിടെ നിന്നും എഴുന്നേറ്റു. മെമ്മോറിയലിൻ്റെ മുന്നിൽ ഒരിക്കൽ കൂടി ഗൗരവ് NDA സ്റ്റൈലിൽ നിന്ന് സല്യൂട്ട് ചെയ്തു. അവർ തിരികെ നടന്നു. പിന്നീട് ഓരോരുത്തരും ഓരോ വഴിക്ക് പോയി. ഡൽഹി, ബാംഗ്ലൂർ, മദ്രാസ്, മംഗലാപുരം, പൂനെ, കോട്ടയം. പോകുന്ന വഴിയിൽ കേശവൻ ചേട്ടൻ്റെ പീടിക കണ്ടു. ഇപ്പോൾ അത് KIU ഹെൽപ്പ് ഡെസ്ക് ആണ്. കേശവൻ ചേട്ടനാണ് മാനേജർ. 70ാമത്തെ വയസ്സിൽ അയാൾക്ക് പുതിയ ജോലി ലഭിച്ചു. വരുന്ന സഞ്ചാരികൾക്ക്, ഗവേഷകർക്ക് പോലീസിന് ചായ കൊടുക്കുന്നു, കഥ പറഞ്ഞു കൊടുക്കുന്നു. സത്യത്തിൻ്റെ കാവൽക്കാരനായി കേശവൻ ചേട്ടൻ മാറിയിരുന്നു. മക്കളെ, പോവുകയാണോ? അയാൾ ചോദിച്ചു. പോകുന്നു കേശവേട്ട, ഗൗരവ് പറഞ്ഞു. പക്ഷേ തിരിച്ചു വരും, എല്ലാ ഏപ്രിൽ 8-നും വരണം. കേശവൻ ചേട്ടൻ ഓരോരുത്തർക്കും ചായ നീട്ടി. ഈ കാട് നിങ്ങളെ കാത്തിരിക്കും. അന്നമോളും മാധവൻ സാറും ശശിയും എല്ലാം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും. ചായ കുടിച്ചവർ ജീപ്പിൽ കയറി. ഇത്തവണ ബേബി ചായനല്ല, ഒരു പോലീസ് ജീപ്പായിരുന്നു. SI സുരേഷ് കുമാർ ഡ്രൈവ് ചെയ്യുന്നു. ഞാൻ കൊണ്ടുവിടാം മക്കളെ, കോട്ടയം വരെ. നിങ്ങളെൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഭിമാനമാണ്. അദ്ദേഹം അവരെ നോക്കി പുഞ്ചിരിച്ചു. ജീപ്പ് നീങ്ങി. കരിമല പിന്നോട്ട് പോയി. പക്ഷേ കരിമല അവരുടെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. 2017 ഡിസംബർ 31 ന്യൂ ഇയർ. 6 സ്ഥലങ്ങളിൽ കോൺഫറൻസ്, ഫോൺ കോൾ. 6 ശബ്ദം ഒരുമിച്ച്. ഫോൺ വയ്ക്കുന്നതിന് മുമ്പ് ഗൗരവ് പറഞ്ഞു. ഏപ്രിൽ 8-ന് കരിമലയിൽ കാണാം. നമ്മുടെ കേസ് നമ്പർ 1-ന്റെ വാർഷികത്തിന് കാണാം. ബാക്കി 5 പേരും ഒരുമിച്ച് പറഞ്ഞു. ലൈൻ കട്ടായി. പക്ഷേ ബന്ധങ്ങൾ നിലനിന്നു. അത് ജീവിതാവസാനം വരെ അങ്ങനെ തന്നെ നിലനിൽക്കും. സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി. ചില കേസുകൾ ക്ലോസ് ആകില്ല, ചില ബന്ധങ്ങൾ പിരിയില്ല, ചില സത്യങ്ങൾക്ക് എപ്പോഴും കാവൽക്കാർ വേണം. കരിമല ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ്. കേസ് സ്റ്റാറ്റസ് ആക്റ്റീവ് ഓൾവേസ് ഫോർ അവർ നേഷൻ. എങ്ങനെയുണ്ട് കഥ? ഒരു നീണ്ട കഥയായിരുന്നല്ലേ? കഥാപാത്രങ്ങളും സംഭവങ്ങളും സാങ്കല്പികം തന്നെയാണ്. യഥാർത്ഥ വ്യക്തികളുമായോ സംഭവങ്ങളുമായോ സാമ്യം തോന്നുന്നുവെങ്കിൽ അത് യാദൃശ്ചികം മാത്രം. കരിമല എന്ന സ്ഥലം കേരളത്തിൽ പലയിടത്തുണ്ട്. ഈ കഥയിലെ കരിമല അവയുമായി ബന്ധമില്ല. 1952-ലെ സംഭവം പൂർണ്ണമായും സാങ്കല്പികം. ഈ കഥ ഞാൻ നീതി നിഷേധിക്കപ്പെട്ട എല്ലാ അന്നമാർക്കും, നീതിക്ക് വേണ്ടി നിലകൊണ്ട എല്ലാ മാധവന്മാർക്കും, കടമ നിർവഹിച്ച് ജീവൻ വെടിഞ്ഞ എല്ലാ ശശിമാർക്കും വേണ്ടി സമർപ്പിക്കുന്നു. എന്തായാലും വീണ്ടും വരാം പുതിയ കഥയുമായി. ലവ് യു ഓൾ.